Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ക്യാൻസർ ഉണ്ടാക്കുന്നു. വെൽക്കം ബാക്ക്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്രമുഖ IPS ഓഫീസർ സുൽത്താൻ അഹമ്മദ്. അഹമ്മദ് സർ, റിട്ടയർമെന്റിന് ശേഷം താങ്കളുടെ പ്ലാൻ എന്താണ്? സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ റിട്ടയർമെന്റ് ഒന്നുമില്ല. കുറച്ചുനാള് റെസ്റ്റ് എടുക്കാൻ പോവാ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. നൈസ്. എന്തെങ്കിലും റിഗ്രറ്റ്സ്? റിഗ്രറ്റ് എല്ലാം എൻ്റെ മനസ്സിലാവുള്ളത്. ഫെയിലിയർ, സക്സസ്, ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകും. സത്യമാണ്. താങ്കൾ ഓട്ടോബയോഗ്രഫി എഴുതുന്നതായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അത് സത്യമാണോ സാർ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാവോ? അതിനെക്കുറിച്ച് ഞാൻ എന്തിനാ പറഞ്ഞേ? ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അത് എഴുതി കഴിഞ്ഞ് വായിച്ചോളൂ. താങ്കൾ അതിൽ യഥാർത്ഥ കാര്യങ്ങൾ മെൻഷൻ ചെയ്യോ? ഓഫ് കോഴ്സ്. ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ യഥാർത്ഥ കാര്യങ്ങളല്ലേ നമ്മൾ എഴുതുന്നത്. ജംഗൽ മഹൽ ഇൻസിഡന്റിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞാൻ എഴുതും. പിന്നെ ഗോർഖ മൂവ്മെന്റ് ഈ സ്റ്റേറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ബുക്കിൽ കാണും. ഞാൻ എഴുതും. റൈറ്റ്. അപ്പോ ഹൗറയാണോ അതോ ഷിവ്പൂർ ആണോ? ഹൗറ, ഷിംപൂർ, മൈ ഗുഡ് ഓൾഡ് ഡേയ്സ്. അപ്പോ അവിടെ നടന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, മാഫിയ, ഗുണ്ട, അതിനെ കുറിച്ചല്ലേ എഴുതുമോ? എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം തീർച്ചയായിട്ടും ബുക്കിൽ കാണും. അപ്പോ അവിടെയുള്ള പല പ്രമുഖരെ കുറിച്ചും താങ്കൾ എഴുതുമല്ലോ. അവിടെയുള്ള നേപ്പാൾ ഭട്ടാചാര്യ, അയാളെ കുറിച്ചും എഴുതുമല്ലോ. തീർച്ചയായിട്ടും. നേപ്പാൾ ഭട്ടാചാര്യ വലിയ ആളല്ലേ. അതായത് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം എന്റെ ബുക്കിൽ കാണും. അതായത് തപ്പൻ ബാരി. ലെറ്റ്സ് സീ. അപ്പോൾ മന്ദിരാവിശ്വാസിനെ പറ്റി? ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതി കഴിഞ്ഞ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, പബ്ലിക്കും വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ ആ ലേഡി വളരെ ടഫായ ഒരു വ്യക്തിയാണ്. ശരി. ഇപ്പോ മന്ദിരാവിശ്വാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, അവരിപ്പോ ജീവനോടുണ്ടോ അതോ മരിച്ചോ? അവരിപ്പോ എവിടെയാണ്? അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാവോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് ഹാവ് നോ ഐഡിയ. സർ, എക്സ്ക്യൂസ് മീ സർ. സർ, മന്ദിരാദേവി ഉള്ളതായിട്ട് മരിച്ചു പോയോ? സാറേ, സുഖമാണോ? ഫസ്റ്റ് ക്ലാസ്. അതിരിക്കട്ടെ, തന്റെ പേരെന്താ? സർ, പരാമിത. പരാമിത. ഈ കാസുന്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? മസ്റ്റർഡ് സോസ്. യെസ് സർ. അതായത് ഈ ബർദമൻ ഡിസ്ട്രിക്റ്റിലുള്ളവരെ അവര് ചോറിനൊപ്പം ഈ കാസുന്തിയാ കഴിക്കുന്നത്. പക്ഷേ ഈ കാസുന്തി പഴകിയെങ്കിലേ അത് തൊടാൻ പാടില്ല, അത് മിക്സ് ചെയ്യില്ല. അതുപോലെ പഴയ കാര്യങ്ങൾ വേണ്ട. പക്ഷെ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ? ജീവനോടുണ്ടെങ്കിലും പ്രയോജനമൊന്നുമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നോക്ക്, നിന്റെ ജോലി എന്താണോ അത് മാത്രം ചെയ്താൽ മതി. നിന്റെ ഇമാജിനേഷനിൽ നീ എന്ത് കഥ ഉണ്ടാക്കിയാലും ആരും ഒന്നും പറയില്ല. നൈസ് മീറ്റിംഗ് യു. ടേക്ക് കെയർ. നമ്മളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. ആവശ്യമില്ലാത്ത മിസ്റ്റേക്കാ. എന്ത്? ഇതേ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാൻസാ. അവനെ വിടാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഒരു സീനിയർ ഓഫീസറാണ്. സീനിയറോ? പോട്ടൻ. പല്ല് പൊഴിഞ്ഞ സിംഹത്തിനെ കണ്ട് എന്തിനാ നീ പേടിക്കുന്നേ? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് വേണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ട്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു സ്ഥിരതയും വേണം. നീ ചോദിച്ചതിനൊക്കെ അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞേ. ഒരു നല്ല സ്റ്റോറി ലൈൻ കിട്ടിയേനെ. ഇത് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ അല്ലേ? തീർച്ചയായിട്ടും ഞാനില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കഴിക്കേ, പാപ്പായ വളരെ നല്ലതാ. വേണ്ട. ആ പ്രായമായ സ്ത്രീയെ കാണാനില്ലെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇങ്ങോട്ട് നോക്കിയേ, അതിനെ മിസ്സിംഗ് എന്ന് പറയാൻ പാടില്ല, എൻകൗണ്ടർ എന്നാണ് അതിനെ പറയണ്ടേ. അവളെ തീർച്ചയായിട്ടും എൻകൗണ്ടർ ചെയ്തിരിക്കും. നക്സൽ മൂവ്മെന്റിന് ശേഷം ഇതാണ് നടക്കുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ട്, എനിക്കതറിയാം.
അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിന്റെ കയ്യിലുണ്ടോ? ദിവസം ചെല്ലുന്തോറും ഞങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കുറഞ്ഞു വരിക. ഈ സിറ്റുവേഷൻ മാറണമെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി കിട്ടണം. ചാനലിലെ നിലനിൽപ്പ് അതിന്റെ പ്രശ്നമല്ലേ? അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ശരി, ഒരു കാര്യം ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞേക്കാം. എൻ്റെ ഓട്ടോബയോഗ്രഫി ഏകദേശം കഴിഞ്ഞിരിക്കുക. ആ സമയത്ത് ആ കഥയെക്കുറിച്ച് നീ എല്ലാവരോടും പറഞ്ഞാലേ പിന്നെ എൻ്റെ ബുക്കിനൊരു വാല്യൂ ഇല്ലാതാകും. അതിനുശേഷം ഞാൻ ബുക്ക് എഴുതുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുമാത്രമല്ല, ഇത് എന്നെപ്പറ്റിയുള്ള കഥയല്ലേ. അതുകൊണ്ട് ബുക്കിൻ്റെ പ്രൈവസിയും സീക്രസിയും സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ. ദാ നോക്ക്, നിങ്ങളുടെ സർവീസ് കാലാവധി തീർന്നിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. പറുമിത, നിന്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. പക്ഷേ ഐ എം സോറി, ഞാൻ നിങ്ങളെ നീന്ന് വിളിച്ചു. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും. എങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഐ എം സോറി. ഹലോ, എന്തുപറ്റി? ഈ സമയത്ത് എന്തിനാ വിളിക്കുന്നേ? മിസ് മുഖർജി, ഞാൻ സുൽത്താൻ അഹമ്മദാണ്. ഇത്രയും രാവിലെ നിങ്ങളെ വിളിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ? ഇന്നലെ നിങ്ങൾ പോയതിന് ശേഷം എനിക്കൊരു ആലോചന തോന്നിയത്. എനിക്ക് ധാരാളം അനുഭവമുണ്ട്, ധാരാളം കേസുകൾ ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ ബുക്ക് പബ്ലിഷ് ആകുന്നതിന് മുൻപ് ജനങ്ങൾ 1-2 ചാപ്റ്റർ മനസ്സിലാക്കുന്നത് കൊണ്ട് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ തെറ്റൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാവോ? എനിക്കൊരു മകളുണ്ട്. റിയലി? അവൾക്ക് ഇതേ പ്രായം തന്നെയാണ്. അവള് ബോസ്റ്റണിലാണ് ഉള്ളത്. ഞാൻ അവളെ വല്ലപ്പോഴും പോയി കാണും. ചില സമയത്ത് മെസ്സേജ് ചെയ്യും, ചാറ്റ് ചെയ്യും, വീഡിയോ കോളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിന്റെ കരിയറിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് ഞാനും കരുതി. അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ഓ, നിങ്ങൾക്ക് നല്ല മനസ്സാണല്ലോ. ഓക്കെ. നൊബെന്നോ എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഡെഡ് ബോഡിയൊക്കെ കുഴിച്ചിടുന്നത്. വളരെ വൃത്തികെട്ട സ്ഥലമാണ്. ആ സ്ഥലത്താണെങ്കിൽ രാഷ്ട്രീയക്കാരും റൗഡികളും മാഫിയകളും എല്ലാവരുമാണ് ഭരിച്ചിരുന്നത്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം എന്നെ വിളിച്ചു. ഷിവ്പൂരിനെ കുറിച്ച് ഷീമിന് ഭയങ്കര ടെൻഷനുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾ ചാർജ് എടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് 10-30 കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത്. 5-6 ഗ്യാങ് വാർ നടന്നിട്ടുണ്ട്. പോലീസിനെ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. അത് ഞാൻ നോക്കിയോളാം. എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം. നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല. അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവാ. അതുകൊണ്ട് ഈ പ്രശ്നം പെരുപ്പിച്ച് കാണിക്കണ്ടെന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടിയിരിക്കും. അപ്പം ഞാൻ എങ്ങനെ ആക്ഷൻ എടുത്താലും പ്രശ്നമില്ലല്ലോ. ഇന്റേണൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. പാർട്ടിക്ക് ഒരു പ്രശ്നവും വരാതെ. നിങ്ങൾ പുതിയ DCP കണ്ടോ? അജയ് ബർമൻ. ഓക്കെ, കം. രാത്രി സമയത്ത് ഷാലിമാർ റെയിൽവേ യാർഡിൻ്റെ അടുത്ത് ജനങ്ങളാരും വരത്തില്ല. അതുകൊണ്ട് രാത്രി ഇല്ലീഗൽ ബിസിനസ് ആയിരിക്കും. ജനങ്ങൾ ഈ സൈഡിലോട്ട് വരാറേ ഇല്ല. പിന്നെ ഇവിടുന്ന് കുറേ ഡെഡ് ബോഡീസും കിട്ടിയിട്ടുണ്ട്. എല്ലാം ഗൺ ഷൂട്ടിങ്ങും കാരണമെന്നാണ് പറയുന്നത്. എന്തൊക്കെ ബിസിനസ് നടക്കുന്നത്? അയൺ സ്ക്രാപ്പാ. അവർ ആ റെയിൽവേ വാഗണൊക്കെ പൊട്ടിച്ചെടുത്ത് മൊത്തം ഹൗറയ്ക്ക് സപ്ലൈ ചെയ്യും. പകൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. രാത്രി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. വെളുക്കുന്നതിനിപ്പുറം ഇവിടുന്ന് ലോഡ് ഫുള്ളായിട്ട് വണ്ടി പുറത്തു പോകും. അതുകൊണ്ട്
ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്ക്രാപ്സ് ഒക്കെ എവിടെയൊക്കെയാ പോന്നെ? അതോ ആ ഗംഗാ നദിയുടെ അടുത്തുള്ള അയൺ ഫാക്ടറിക്കാണ് പോകുന്നത്. അവിടെയാണ് എല്ലാം ഉരുക്കുന്നത്. ഈ ഫാക്ടറീസിൽ എപ്പോഴും മെറ്റീരിയൽസിന് ഭയങ്കര ഡിമാൻഡാ. അത് മാത്രമല്ല ഇരുമ്പിന് ഇവിടെ വളരെ ചീപ്പ് റേറ്റാ. ഇത് നടത്തുന്ന ആരാ? ഇവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻ ലീഡർ നേപ്പാൾ ഭട്ടാചാര്യ. അദ്ദേഹം ഒരു ബ്രാഹ്മണനാ. പൂജയൊക്കെ കറക്റ്റായിട്ട് ചെയ്തത്. പണം വേണമെങ്കിൽ പണത്തിന്റെ ദൈവത്തിനെ തൊഴണമല്ലോ. ബാക്ക്ഗ്രൗണ്ട് അയാളുടെ പൂർവികരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നതൊക്കെ. എനിക്കറിഞ്ഞ അവരുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇവിടെ കുറേ ഫാക്ടറീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇവർ ഈ ഇല്ലീഗൽ അയൺ ബിസിനസ് ചെയ്യുന്ന കാരണം കുറേ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ മൊത്തം ഏരിയ അവരുടെ കൺട്രോളിലാണ്. അയാളുടെ ഗുരു ആരാന്ന് വെച്ചാൽ ബാബ പാഗ്ല. പക്ഷെ അയാളെ കൊന്നതിന് ശേഷം ഇദ്ദേഹം തന്നെ ലീഡറായി. ഇയാളുടെ മെയിൻ ശത്രു ആരാന്ന് വെച്ചാൽ തപ്പൻ ബാരിക്. അവരുടെ മൊത്തം മീൻ സപ്ലൈയും അയാളുടെ കൺട്രോളിലാണ്. ഇവർ രണ്ടുപേരും ശരിക്കും ബിസിനസ്സിലല്ല ശത്രുക്കള്. പക്ഷേ അവർക്കിടയെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് ആ പ്രദേശത്ത് എന്തോ വലിയൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ ഹൗറ കോർപ്പറേഷനിലെ സത്യസന്ധനായ ഒരാൾ ജോലി ചെയ്തിരുന്നു. അയാളുടെ പേരായിരുന്നു അനിരുദ്ധ് ബിസ്വാസ്. ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ആളായിരുന്ന അദ്ദേഹം ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ചെറിയ കുടുംബം, സന്തോഷം നിറഞ്ഞ കുടുംബം. ഇന്നെന്താ ഇത്ര താമസം? ആ പുറത്തേക്ക് വാ. എന്തിനാ എപ്പോഴും രാവിലെ നേരത്തെ പുറപ്പെടുന്നേ? ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരും 11 മണിക്ക് മുമ്പ് പോകാറില്ല. എന്താ നിങ്ങൾ മാത്രം പോകുന്നത്? ഏതെങ്കിലും പെണ്ണവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പെണ്ണോ? ഓഫീസറോ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി പോലും വീട്ടിൽ വരുത്തില്ല. മതി. ചോറുണ്ട്, ഇതാ ഞാൻ കുറച്ച് പരിപ്പും കൂടി വിളമ്പാം. ഓഫീസിലുള്ള സപ്ലൈസ് കാരണം ശരിക്കും ബുദ്ധിമുട്ടില്ല. ഓഫീസ് തുറന്ന ഉടൻ തന്നെ എൻ്റെ അടുത്തേക്ക് വരും. എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, സാറേ പണം തരാം, ഒന്ന് ഒപ്പിട്ട് താന്ന്. അപ്പോൾ ഞാൻ പറയും ജോലി ലീഗലാണെങ്കിൽ പണം വാങ്ങിക്കാതെ ഞാൻ ഒപ്പിട്ട് തരാമെന്ന്. അവരുടെ കൂടെ ഒന്നും നിങ്ങൾ പ്രശ്നത്തിന് പോകണ്ട കേട്ടോ. ഇല്ലില്ല, ഞാനൊന്നിനും പോയില്ല. അവരത്ര നല്ലവരൊന്നും അല്ല. ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പോന്നേ? ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചാൽ അവരൊന്നും കേൾക്കില്ല. അവര് ദിവസവും എനിക്ക് പാഠം എടുത്തോണ്ടിരിക്കുക. നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മീൻ വാങ്ങിച്ചോണ്ട് വരാവോ? അച്ഛൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മീൻ വേണമെന്ന് പറയുന്നുണ്ട്. വെട്ടിയതായാലും സാരമില്ല, വാങ്ങിച്ചോണ്ട് വരണേ. ശരി ശരി, മറക്കരുത് കേട്ടോ. മോളെ, ആ അതാ വരുന്നു അച്ഛാ. നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, ഞാനിപ്പോ വന്നേക്കാം. എന്താ അച്ഛാ, എന്താ വേണ്ടേ? നിക്ക് ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്ക് കഴിക്കാൻ വല്ല എടുത്തു വെച്ചിട്ടുണ്ടോ? ആ ഞാൻ എടുത്തു വെക്കാം അച്ഛാ. അച്ഛൻ വന്നേ. ആഹാരത്തിന്റെ സമയത്തിലേക്ക് ഇപ്പൊ മാറ്റം വന്നുല്ലേ? ഡോക്ടർ പറഞ്ഞിരുന്നു കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കണമെന്ന്. അല്ലെങ്കിൽ തന്നെ മണി 8:30 ഇന്ന് ഓഫീസിലേക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുത്തു വെക്കാൻ താമസിച്ചത്. അച്ഛാ ഇതേ ഞാനിപ്പോ കൊണ്ടുവരാം. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ എല്ലാവരുടെ കാര്യവും നോക്കും. 10 പേരുണ്ടെങ്കിലും ഞങ്ങളെല്ലാം നേരാവണ്ണം ചെയ്യും. എന്റെ ഭക്ഷണം റെഡിയായോ? ഇപ്പൊ റെഡിയാക്കാം. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയിയാ. ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്റെ ജോലി പോവും. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ സൈൻ ഇട്, എത്ര വേണേലും തരാം. ആവശ്യമില്ലാതെ നിങ്ങൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു സൈൻ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ശരിക്കും ലാഭം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ ലോകത്ത് ചില സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഒരാളാണ്. മനസ്സിലായോ? സർ 20,000 തരാം. വെറുതെ എൻ്റെ സമയം കളയാതെ തന്നെയാ. ശരി 25. ഇപ്പൊ തന്നെ ഡീൽ അങ്ങ് ഉറപ്പിച്ചേക്കാം. ഇത് നേപ്പാൾ അണ്ണന് വേണ്ടിയുള്ളതാ. നിങ്ങൾ നന്നായിട്ട് ചിന്തിക്ക്. മാത്രമല്ല നിങ്ങളുടെ വീടും ഈ ഏരിയയിലാണെന്ന് ഓർത്തോണം. വല്ലതും സംഭവിച്ചാൽ ഞങ്ങളെ പഴിചാരരുത്. ഇതാ നോക്ക്, എന്നെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തുകയാണോ? നല്ലവരാണെങ്കിൽ ദൈവത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്കിവിടെ കുറേ ജോലിയുണ്ട്. വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ നിങ്ങളൊന്ന് പോവാൻ നോക്ക്. ഇതെങ്ങാനും നേപ്പാൾ അണ്ണനെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വരട്ടെ. അയ്യോ ചേട്ടാ, ചേട്ടാ, അയ്യോ ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? ചേട്ടാ, 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 ആരെങ്കിലും ഓടി വരണേ. ചേട്ടാ, ചേട്ടാ, എഴുന്നേക്ക് ചേട്ടാ.
സാറേത്തുണ്ടോ? ധൈര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്തോ, പക്ഷെ പേര് പറയണ്ട, പിന്നെ പ്രശ്നമാവും. സാർ, ചേട്ടത്തി എല്ലാം കണ്ടതാ. പോൾട്ടുമാണ് വെടിവെച്ചത്. പിന്നെ വണ്ടി ഓടിച്ചത് അവന്റെ കസിനായ ശ്യാമളാണ്. അവർ രണ്ടുപേരും 2 വീലറിലാണ് സാർ വന്നത്. നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല. ദൈവിത പേരൊന്നും പറയണ്ട കേട്ടോ. ഒരു ജനറൽ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ജനാലയിലൂടെ നടന്നതെല്ലാം കണ്ടതാണ് സർ. എന്റെ കൺമുന്നിൽ വെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. ഞാൻ കണ്ടതാണ് സർ. ഞാൻ പറയുന്നേക്ക്. ദാ നോക്ക് പെങ്ങളെ, പ്ലീസ് സർ. അവരുടെ പേരെഴുതിയാലേ അവര് പിന്നെ നിങ്ങളെ കൂടെ വന്ന് ആക്രമിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അവരിപ്പോ അവരുടെ വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പേരെഴുതണ്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ ആ പേര് പറഞ്ഞ ആ പേര് ഞാൻ എഴുതിയെന്ന് വെച്ചോ, പിന്നെ അത് എന്റെ കുടുംബത്തിനും പ്രശ്നമാ. നമുക്കെല്ലാവർക്കും കുടുംബം പ്രധാനമല്ലേ. അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. വേണ്ടി പോകരുത്. നിങ്ങളുടെ അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചില്ലേ? മിണ്ടാണ്ട് ഇവിടുന്ന് വെളിയിൽ പോക്കണം. ഇനി ഒരു വാക്കും മിണ്ടിയെന്ന് വെച്ചാൽ അടിക്കുന്ന അടി നിന്നെ കൊണ്ട് ജന്മത്തെ എണീറ്റ് നിൽക്കാൻ പറ്റില്ലടാ. ഒരു ജനറൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കണം, മനസ്സിലായോ? പുറത്തു പോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കണോടാ സർ, പ്ലീസ്. ആനി വളരെ നല്ലവനാണ്. ഒരുപാട് നല്ല ആദർശമൊക്കെ ഉള്ള ആളാ. പലതവണ അവനോട് ഞാൻ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അവന് ഗവൺമെൻറ് ജോബാണ് ഇഷ്ടം. ഇപ്പം എന്താ ഗവൺമെൻറ്റാണോ നിങ്ങളൊന്ന് രക്ഷിക്കാൻ പോകുന്നത്? സാർ, ചേട്ടത്തിക്ക് അറിയാം ആരാ കൊല ചെയ്തതെന്നുള്ള കാര്യം. പക്ഷെ പോലീസ് അവരുടെ പേര് ഇല്ല എഴുതാൻ തയ്യാറാവുന്നില്ല. പക്ഷെ എന്തായാലും അവരുടെ പേര് എഴുതിയേ തീരൂ സാർ. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ. നിങ്ങൾ എന്തിനാ ധൃതി പിടിക്കുന്നേ? നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ. പക്ഷെ സാർ, അവരുടെയൊക്കെ പേര് റെക്കോർഡിൽ എഴുതണമല്ലോ. അതൊന്നും ഇവിടുത്തെ ഒരു കാര്യമല്ല. ഇൻവെസ്റ്റിഗേഷനാണ് മുഖ്യം. അത് മാത്രമല്ല, ചത്തവരാരും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. ആ കാര്യം നിങ്ങളെക്കാളൊക്കെ എനിക്ക് നന്നായി അറിയാം. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇവിടെ വന്നത് എന്റെ ഭർത്താവിനെ കൊന്നവന്റെ പേര് പോലീസ് റെക്കോർഡിൽ വരണം. അത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നറിയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വരട്ടെ, വാടാ പോകാം. എന്തായാലും ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഈ കേസ് ഞാൻ എങ്ങനെ നടത്താൻ പോവാൻ നോക്കിയോ. ആരെ കൊണ്ട് എന്നെ പേടിപ്പിക്കാനോ എന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് നോക്കാം. ആ ഹിയറിംഗ് അങ്ങോട്ട് തുടങ്ങട്ടെ. അപ്പം മനസ്സിലാവും എല്ലാവർക്കും എൻ്റെ പവർ എന്താണെന്ന്. അത് മാത്രമല്ലാണ്ടേ, ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ന്യായമാണെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എൻ്റെ ഉദ്ദേശം തന്നെ സത്യസന്ധതയായിട്ടിരിക്കണം, മനസ്സിലായോ? അതുകൊണ്ട് നീ പക്ഷേ സാർ, ഈ പേപ്പേഴ്സ് അവിടെ ഇരിക്കട്ടെ. ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നീ സൈൻ ചെയ്താൽ മതി. നിനക്കൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. സൈൻ ചെയ്യൂലോ സാർ. ചാമ്പറിലോട്ട് വന്ന് നീ എന്നെ കാണ്. പിന്നെ ഒരു 5000 രൂപ അഡ്വാൻസ് തന്നേരെ കേട്ടോ. സാർ, 5000 എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ധൃതി പിടിക്കാതെ. ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ. ഞാൻ മുഴുവനും പറഞ്ഞതിന് ശേഷം നീ പൈസ തന്നാൽ മതി. ഇത് ചായക്ക് സ്നാക്സിനുള്ള പൈസയാ മോനെ. വന്നോ, നീ കടലൊക്കെ എത്ര വിലയായെന്നറിയാവോ? അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. ഇതൊന്നും ഒട്ടും ശരിയല്ല. ഞങ്ങൾ എത്രമാത്രം ശ്രമിച്ചതാ. പക്ഷെ അവർ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ പേപ്പറൊന്നും വായിക്കില്ലേ? വർഷങ്ങളായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്നും കുറേ ന്യൂസ് ഉണ്ട്. അപ്പോൾ പോലീസും സർക്കാരും ഒന്നും ഇതിലൊന്നും ചെയ്യില്ലേ? ഞാൻ സാക്ഷിയാണ്. ഞാനന്ന് എല്ലാം കണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ വക്കീൽ അത് തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ പുറലോകത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് അർത്ഥം. പിന്നെ ചേട്ടത്തി, ഞാൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, എങ്ങും പോയേക്കല്ലേ. ആ
എങ്ങോട്ടും പോലെ പോയില്ല. അല്ല, നിന്റെ എത്രാമത്തെ കേസാ? എത്ര നേരം നിൽക്കണത്? എന്റെ 7ാമത്തെ കേസാ. രാവിലെ 10:30 മണിക്ക് വന്ന് അതെ. ചേട്ടാ എന്താ ചേട്ടാ, ഒരു കാര്യമുണ്ട്. നേരമില്ല. നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം. കോട്ട് അണിഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്തിനാ? വാ, വന്നിട്ട് പറയാന്നേ. അയ്യോ, എനിക്ക് ഹിയറിംഗിന് സമയം. ഈ സമയത്താണോ ഒന്ന് 2 വിളിക്കുന്നത്? മിനിറ്റ് മതി. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വാ. പുറത്ത് വെക്കുന്നതൊക്കെ വച്ചിട്ട് മോണ്ടു, ഞാനേ പൈസ പിന്നെ തരാവേ. എന്താ കാര്യം? എന്താ മോനെ? സാറേ, നിങ്ങളോ? അല്ല, സാർ എവിടെ? കുറെ നേരമായിട്ട് ഹിയറിങ്ങിന് വിളിച്ചോണ്ടിരിക്കുക. അത് എനിക്കറിയില്ലല്ലോ. ഞങ്ങളും അദ്ദേഹത്തിന് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. അനിയൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? രണ്ടാമതൊരു ചാൻസ് ഒന്നും അവർ തരത്തില്ല. നിങ്ങളൊന്നും ഇവിടെ അന്വേഷിക്കും, ഞാൻ അകത്ത് പോയി നോക്കാം. എന്താ ചെയ്യാ? അഡ്വക്കേറ്റിനെ കണ്ടോ? അങ്ങനെ എവിടെ പോയെന്ന് അറിയില്ല ഏട്ടത്തി. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വഴിയും കാണുന്നില്ല. അനുഭവ്, നിങ്ങളെന്താ ഇവിടെ? ഞാൻ കേസിന് വേണ്ടി വന്നതാ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ സിസ്റ്റം മൊത്തം വേസ്റ്റാ. ഏതെങ്കിലും ഒരു VIP എത്താൽ എവിടുന്നേലും ഒരു പാവം പിടിച്ചവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലാക്കും. പക്ഷെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു വാല്യൂ ഇല്ല. പോലീസ് എന്തിനാ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങള് ഒരു പാർട്ടിയിലെ അംഗങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങളെന്താ പാർട്ടി ചേരാത്ത ഒരു കുറ്റം പോലെ കാണുന്നത്? ഞങ്ങളുടെ കൈകൾ കെട്ടിയിരിക്കുക. ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ഈ സ്ഥിതി കണ്ട് എനിക്ക് വെറുതെ പോകാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞങ്ങൾ ആ അഡ്വക്കേറ്റിന് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്. ചേച്ചി ഞങ്ങളെ പ്ലീസ്, സഹായിക്കണം. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഞങ്ങൾക്ക് നീതി വേണം. ചേച്ചിയോട് കരയണ്ടെന്ന് പറ. പ്ലീസ്. ശരി ചേച്ചി. അമ്മേ, നീ എന്താ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയോ? ഉറങ്ങിയില്ലല്ലോ. പിന്നെന്താ നീ ഇനി ഉറങ്ങാത്തെ? ഉറങ്ങ. ഉറങ്ങാനല്ലേ പറഞ്ഞത് മോളെ. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മേ, അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ അമ്മേ? തീർച്ചയായും വരും. നീ വളർന്നു വലുതാവുമ്പോ അച്ഛൻ തിരിച്ചു വരും. സത്യാണോ? ദാ ആ കാണുന്ന തെളിഞ്ഞ ആകാശത്ത് 7 നക്ഷത്രങ്ങൾ അങ്ങനെ പ്രകാശിക്കുമ്പോ
നിന്റെ അച്ഛനെ നിനക്ക് കാണാൻ കഴിയും. അത് നിന്റെ ഏരിയ അല്ലല്ലോ. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, പിന്നെ ഞാൻ ആക്ഷൻ എടുത്തേക്കും. അതിരിക്കട്ടെ, എത്ര രൂപ വാങ്ങിച്ചു? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇതാ നോക്കി, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളത്തേനുള്ളിൽ അവന്മാരെ എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണോ? അത് കാരണം നിന്റെ ജോലി പോയാലേ ഞാനല്ല ഉത്തരവാദി. വാർത്തകൾ. ഷിർപൂർ റെയിൽവേ യാർഡിന്റെ അരികിൽ ഒരു പോലീസ് ഓഫീസറിന്റെ ഡെഡ് ബോഡി കണ്ടെടുത്തിരിക്കുന്നു. രാത്രിയിൽ പ്രതികളെ പിടിക്കാൻ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായ അന്വേഷണത്തിലൊടുവിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പോലീസുകാർക്ക് നടുവിൽ ഇത് വലിയൊരു നടുക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവക്ക് നല്ല പനിയുണ്ട്, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മരുന്ന് കൊടുക്ക്. ശരി ചേച്ചി. എനിക്ക് മരുന്ന് വേണ്ട, അതിന് ഭയങ്കര കയ്പാ. ഇത് നോക്കിയേ, എനിക്കിത് പറയുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. മോൻ്റെ ചടങ്ങുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. നിനക്ക് തപൻ ബാബുവിനെ അറിയോ? ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കെന്താ ചെവി കേട്ടുവിടാ? ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം പറയടാ, പറഞ്ഞ മനസ്സിലാവില്ലേ? ഇന്നാട്ടാ അതെ പൊന്നിയേട്ടാ, എനിക്ക് 2 ദിവസം കൊടുത്താ കൈ ഒടിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിയാ. തപ്പാൻ നമ്മുടെ വീട്ടിൽ വളർന്ന പയ്യനല്ലേ? 1970 അവൻ്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു. ഇപ്പോഴും നല്ല ബന്ധം തന്നെയുണ്ട്. നിന്റെ കൈക്ക് പരിക്ക് പറ്റിയോ? എവിടെ നോക്കട്ടെ, ഇതെങ്ങനെ പറ്റിയടാ? അത് ബസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ താഴെ വീണത്. ഇറങ്ങുമ്പോ വീണതാ? കഷ്ടമായി പോയി. അതിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങട്ടെ. അയ്യോ, ചികിത്സിച്ചേ പറ്റൂ. ഇത് ചികിത്സിച്ചാലേ ശരിയാവും മോനെ. അങ്ങനെയാണെങ്കിൽ
അവനെ പോയിന്ന് കണ്ടു നോക്ക്. എനിക്കവനെ നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യം കാര്യം ഒന്ന് പറഞ്ഞേക്കാം. പഴേ എനിക്കെല്ലാം മനസ്സിലായി. എനിക്കിതിലൊന്നും ഇടപെടാനുള്ള താല്പര്യമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിച്ചു പോന്നു. എന്നാലും വികാസ് പറഞ്ഞയച്ചതല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾക്ക് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. അവര് ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. ആ സ്ഥലം എനിക്കറിയാം. ബൈറ്റൈറ്റ് ഓയിലില്ല. അവരെന്ത് ചെയ്യാനാ ഉദ്ദേശം? അവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. നോക്കിയ ന്യായം, ധർമ്മം, നേരെ നെറി ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങളെ അവരുടെ കൈയും കാലും വെട്ടണോ അതോ കത്തി കൊണ്ട് കുത്തണോ അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ പിള്ളേരങ്ങോട്ട് ചെന്ന് അവന്മാർക്കിട്ട് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമെങ്കിൽ ചെറിയ റിസ്ക് ഒക്കെ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് അവരെ കൊല്ലണം. എന്തു? ഞാനവരെ കൊല്ലും. എടാ ആ സുനാങ്ങിതാ, എന്നാ പിടിച്ചോ. വാങ്ങിച്ചോ. നോക്ക്, ഇത് ഷിബൂരാ. ഇവിടെ ജീവിക്കണമെങ്കിലേ ഇഷ്ടം പോലെ കയ്യിലുണ്ടായിരിക്കണം. എൻ്റെ ഗുരു ജയലേബേഡിനെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായ? നിങ്ങളുടെ കയ്യിലത് വല്ലതും ഉണ്ടാ? എനിക്ക് രാഷ്ട്രീയം അറിയാം. അല്ലല്ല, അതല്ല കാശ്. ഈ രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ വെറും മുഖംമൂടിയാ. ആഴ്ച അവസാനമേ എല്ലാവരും ചേർന്നൊരു വെള്ളവടിയുണ്ട്. CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്ന് പകൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും. രാത്രിയിൽ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കും. ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ കയ്യിൽ കാശില്ലാന്ന് വെച്ചോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിലേക്ക് പോ. എടാ കണ്ണാ, പറയേട്ടാ. കിട്ടാനുള്ള കാശൊക്കെ നാളെ കിട്ടണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂട്ടാ. കേട്ടോടാ? നിങ്ങൾ പേടിക്കണ്ട ഏട്ടാ, അക്കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി ശരി. ഇതിരിക്കട്ടെ. കാലത്ത് നിങ്ങൾ ഈ സ്വർണം കഴിച്ചു തരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇതൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ഇതെനിക്ക് വേണ്ട. വേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.
വാങ്ങിക്കുന്നേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് വാങ്ങിക്കാനല്ലേ പറഞ്ഞു. അല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടേ? കണ്ണാ, ചെന്ന ഉടനെ ഒന്നും അവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട. ആദ്യം അവിടെ പോയിട്ട് അവസ്ഥ എന്താണെന്ന് നോക്കാം. മനസ്സിലായല്ലോ? ആ എന്തോ ഓരോരുത്തരടിങ്ങനെ കൊന്നു കളിക്കൊണ്ടിരിക്കുക. അതെ അതെ, എന്ത് പണിയല്ലേ. ഞാനിതിനു മുമ്പ് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ളതാ. എന്നാ പിന്നെ ആരാ അധികം കൊല ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ആ അത് തന്നെ, അത് നോക്കാം നമുക്ക്. ചുമ്മാ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. വേണ്ടി വന്നാൽ നിന്നെ ഞാൻ തട്ടും. എടാ പോടാ അവിടുന്ന്. എഴുന്നേറ്റ് പോടാ. എടാ രാവിലെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നേ. നാട്ടിൽ വന്ന് നമ്മുടെ ആൾക്കാരെ കൊന്നിട്ട് പോയിരിക്കുക. എന്റെ കൈ കിട്ടിയെങ്കിലേ. നിന്റെ കയ്യിൽ കിട്ടിയ നീ എന്ത് കാണിക്കുന്ന പറയുന്നേ? പറയടാ, നീ എന്താ ചെയ്യാ? എന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞിട്ട് അവരെ തീർത്ത് കളഞ്ഞ് എന്നിട്ട് നീ ഇവിടെ കിടന്ന് വായത്താൽ അടിക്കുന്നോ? ആരാന്ന് കണ്ടുപിടിക്കണം. ഇത് ചുമ്മാ അങ്ങനെ വിടാൻ പറ്റില്ല. ഇതിന്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട്. ആ പെണ്ണും പിള്ള തന്നെ ആകാനാ വഴി. വേറെ ആർക്കാ ഇത്രയും ധൈര്യം? പെണ്ണോ? ഒരു പെണ്ണിന് ഇത്ര ധൈര്യം? എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാളിബാബ ബസാറിൽ ഞാൻ കച്ചവടം തുടങ്ങുമ്പോഴേ, അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. എന്നെ വന്ന് അമ്മമാര് വരട്ടില്ലേ? എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവരിലൊരുത്തന്റെ തല അറുത്തെടുത്തിട്ട് ഗംഗാ നദിയിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞില്ലേ. എല്ലാരും എന്നെ കണ്ട് പേടിക്കാൻ തുടങ്ങി. പോലീസ് പോലെ എന്നെ കണ്ട മാറിപ്പോവായിരുന്നു. പിടികിട്ടിയാ? ആളുകൾ നമ്മളെ വില വെച്ചില്ല എന്ന് വെച്ചോ, സമൂഹത്തിൽ ആ വില നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എന്താടി കമലേത്, ഇനിയും ചായ എടുത്തില്ലേ നീ? അതെടുത്ത് വെച്ചേക്ക്. അങ്ങോട്ട് കൊടുക്ക്. എടാ തീപിടി കഥ, ഇതെന്റെ ഭാര്യയാ. ഒന്ന് ചിരിക്കടി. നമസ്കാരം. ഇത് കയ്യിലിരിക്കട്ടെ. ഇത് ഉപയോഗിക്കാൻ പഠിക്കണം. കണ്ണം പഠിപ്പിച്ചു തരും. നിങ്ങളുടെ മോളെ എന്ത് ചെയ്യാനാ പരിപാടി? കൂടെ നിർത്താനാണ്? അല്ല, അവളെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നിർത്തിയാൽ മതി. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ വീണ്ടും പേടിച്ചിരിക്കേണ്ടി വരുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് നാളത്തേക്ക് എന്തിനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. പിടികിട്ടിയോ? ഞങ്ങളെല്ലാരും കൂടെയുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്താ കരുതിയേ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കില്ലെന്നോ? പുറത്ത് കണ്ടില്ലേ എത്ര പേരാണ് നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ സഹായത്തിനായി ഇവിടെ ഉള്ളതെന്ന് അറിയോ? എത്ര സുരക്ഷയുണ്ടെങ്കിലും ഒരു വേവലാതിയാ. ഇപ്പോഴും എനിക്ക് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല, അറിയോ? എനിക്ക് മനസമാധാനമില്ല. ശരി, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അമ്മായിയച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. എടാ കണ്ണാ, കാളിബാബു ബസാറിൽ നിന്ന് മന്ത്രാദേവിക്ക് ഒരു ഷെയർ പോണം കേട്ടോ. എന്താ പറഞ്ഞേ? എന്താടാ മിഴിച്ചു നോക്കുന്നത്? എന്റെ ഷെയർ കൊടുക്കാനോ? കൊടുക്കാൻ പറഞ്ഞാ കൊടുക്കണം. ഇങ്ങോട്ട് ചോദ്യം ഒന്നും പാടില്ല. നാളെ തൊട്ട് മന്ത്രാദേവിക്കും കാളിബാബു ബസാറിൽ നിന്നൊരു ഷെയർ പോയിരിക്കണം. പിന്നൊരു കാര്യം, ആട്ടിൻകുട്ടിയായി മാറാൻ പറഞ്ഞാൽ മിണ്ടാതെ ആട്ടിൻകുട്ടിയായി മാറിക്കണം കേട്ടാ. കഴിക്കും മോളെ, വാശി പിടിക്കല്ലേ, കഴിക്ക്. ഭക്ഷണം വേസ്റ്റ് ആക്കി കളയല്ലേ. നോക്കേ, ഇതെല്ലാം കഴിക്കണം കേട്ടോ. അച്ഛൻ കഴിക്കാം. ഞാൻ പോയി നോക്കാമേ. മോളെ,
മോള് തന്നെ ഇതെടുത്ത് കഴിക്കും. നിന്റെ അമ്മ എവിടെ പോയി? അമ്മയ്ക്ക് ശരീരത്തിന് നല്ല സുഖമില്ല, കിടന്നുറങ്ങുക. അവക്ക് എന്ത് പറ്റി? അങ്ങോട്ട് മാറി. അമ്മേ, 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 നിക്കടാ അവിടെ, നിക്ക്. നിക്ക്, എവിടെ കിടക്കുന്നു? ആര് താഴോട്ട് വന്നേ? മോളെ, വേഗം വാ, അകത്തേക്ക് വാ, വാ. എവിടെ കിടക്കുന്നത്? ഇങ്ങോട്ടല്ലോ, മാറാ. നിന്നെ ഞാൻ വെറുതെ വിടണടാ. ആര് പുറത്തേക്ക് വരില്ലേ? ആര് പുറത്തേക്ക് വരില്ലേ? എടാ, നിക്കണടാ അവിടെ. എങ്ങോട്ടാണ് പോന്നേ? അമ്മനെ പിടിക്ക്. ആരെ പിടിയത്? ആരെങ്കിലും ഒന്ന് ഓടി വന്നേ. വേഗം വായോ. അവനെ പോയി പിടിക്കടാ. നിനക്ക് നിന്റെ വീട് പോലും സംരക്ഷിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും നിനക്ക് എന്റെ പങ്ക് വേണോ അല്ലേ? ഇപ്പൊ നീ പോയിട്ട് എന്താ പറയാൻ പോന്നേ? ഞാൻ വളരെ നല്ല പെണ്ണാണ്, എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കണേ എന്നാണോ? എന്റെ കയ്യിൽ ഇതിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഇനി അങ്ങോട്ട് നിന്റെ സുരക്ഷ ഞാൻ നോക്കിക്കോളാം. ഞാൻ നിനക്ക് വേണേ കാശും തരാം. അതിനു പകരം നീ എന്റെ കൂടെ ഒന്ന് സഹകരിക്കേണ്ടി വരും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിനക്ക് ഒറ്റയ്ക്കങ്ങ് ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നേ? നീ എന്നെ അടിക്കാറായ നീ അനുഭവിക്കടി. മാറിക്കടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ചേച്ചി, ഇതേ ഒരു പിസ്റ്റൾ പോലെയാ. ഇത് വെച്ച് ചേച്ചി ആ ബോട്ടിലൊന്ന് വെടിവെച്ച് കൊള്ളിച്ചേ. വെടിവെച്ചേ. ആ വേഗം. ആ ധൈര്യമായിട്ട് ചെയ്തോ. ആ കാണുന്നല്ലേ? ചേച്ചി കൈ നേരെ വെക്കണം. അല്ലേ ചേച്ചി? ചേച്ചി എല്ലാ ബോട്ടിലും എയിം ചെയ്തോ? അങ്ങനല്ല, ഒരു ബോട്ടിൽ മാത്രം എയിം ചെയ്താൽ മതി. മനസ്സിലായോ? എന്നാ വെടിവെച്ചട്ടെ. ഇതുവരെ നിങ്ങളുടെ പേരിൽ ആരും കംപ്ലൈൻറ്റ് തന്നില്ല. നിങ്ങൾക്ക് ഇത് ലിങ്ക് ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യും. എന്റെ ഭർത്താവിന്റെ കേസ് എന്തായി? ഇപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അതിനു മുമ്പേ എല്ലാം തീരും. എപ്പോഴാ ഡയറി രജിസ്റ്റർ ചെയ്തത്? നിങ്ങൾ എന്നെ തന്നെയാണോ ചോദ്യം ചെയ്യുന്നത്? അടിപൊളി. ഞാൻ എന്താ അങ്ങനെ ഇപ്പൊ ചോദിച്ചേ? ഞാനൊരു സാധാരണ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വരുത്തിപ്പിച്ചത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളാണ് ഉത്തരം പറയണ്ടേ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകണമെങ്കിൽ അത് ഞാനാ തീരുമാനിക്കണ്ടേ. അതേപോലെ ഒരാൾ ഈ ഏരിയ വിട്ട് പുറത്തു പോകണമെങ്കിൽ അതിന് എൻ്റെ അനുവാദം വേണം.
ഏട്ടാ ബസാറിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആര്? അതാ ലക്കിയുടെ ആൾക്കാരാ. അതാ ആ റഷീദില്ലേ, അവനാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോഗ, ടാക്സി കൊണ്ടുപോവാ, അവരെ നമുക്ക് ശരിയാക്കാമെന്നേ. ഹലോ റഷീദ് ഭായ്, എങ്ങോട്ടായി പോകുന്നേ? എടോ ഞാൻ വീട്ടിലേക്ക് പോവാടോ. ഇത്ര നേരത്തെയോ? എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താടാ ഇത്? നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് വേട്ടയാടാൻ പോവാന്നേ. ഇല്ല, ഇപ്പൊ തന്നെ താമസിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാ. ഒന്ന് പോടാ, നീ വെറും പേടിത്തൊണ്ടനായി പോയല്ലോ. ശരി, ഒരു സിഗരറ്റ് ഉണ്ടേത്താ. ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങ്. എന്താ ഇത്ര ധൃതി? അല്ല, നിന്റെ പെങ്ങക്ക് സുഖമല്ലേ? അവക്ക് സുഖം തന്നെയാ. ഓ, സുഖമായിട്ടിരിക്കുന്നോ? പന്ന കഴിവര്. എന്താണ് തിരിച്ചോടിക്കുന്നത്? എടുത്ത് വണ്ടി കയറടാ. പെട്ടെന്നാവട്ടെ, വേഗം കയറ്റ്. വേഗം അങ്ങോട്ട് കയറ്റടാ. ആ വേഗം ഇറങ്ങേ. ആ ബോഡി എടുത്ത് പുറത്തേക്കിട്. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പോലീസാ. പോലീസുകാരൻ വരുന്നു. പോലീസോ? പേടിക്കാതെ നിക്ക്. എടോ ഇവിടെ എന്താടോ ചെയ്യുന്നേ? സാറേ ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ വീട്ടിൽ പോവാൻ നോക്ക്. സാർ പറയുന്ന കേൾക്ക് സാർ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ പോവാൻ നോക്ക്. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്ത് കാര്യം ഇത്? പോലീസുകാരനെ വെടിവെച്ചിരിക്കുക. വേഗം വന്ന് കേറ്, വണ്ടി എടുക്ക്. ആ അലവലാതി കാണാൻ വന്നിരുന്നോ? അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ സ്ഥിതി ഇങ്ങനെ ആയതിന് ഞാനാണോ കുറ്റക്കാരി? എന്റെ മോനല്ലായിരുന്നെങ്കിൽ വരുവോ? ഈ ഷിബൂര് മൊത്തം നിങ്ങളുടെ പേര് കേട്ടാ പേടിച്ച് വിറയ്ക്കും. നിങ്ങൾ അവളെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വിരട്ടിയാലും നീ തോന്നുന്നത് പോലെ ചെയ്യും. സാരല്ല, ഇപ്പോഴും സഹായം ചോദിച്ച് വന്നില്ലേ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വെറുതെ ന്യായം പറഞ്ഞോണ്ടിരിക്കാതെ ഫോൺ വിളിക്കാൻ നോക്ക്. എടാ ചെറ്റേ, ഇതിനു മുൻപ് നീ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിനക്ക് കുളിര് വിട്ടുപോയി. ഡോക്ടറൊക്കെ മുടങ്ങാതെ നോക്കുന്നല്ലേ? നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഹോമിയോ ഡോക്ടറോട് വരാൻ പറയട്ടെ? ഇത് പറയാൻ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇവിടം വരെ വരേണ്ടതില്ലായിരുന്നോ? ഇതിലെന്ത് കഷ്ടം? അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ കണ്ടിട്ട് പോകാന്ന് വന്നേ. നിനക്കൊരു കുടുംബം ഉണ്ടെന്ന് കേട്ടു. വൈഫ് നിന്നെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറ. ജീവിതകാലം മുഴുവൻ ആണായിട്ട് ജീവിക്കണമെന്നാണോ ആഗ്രഹം, അതോ? ബുനി, ആ കത്തി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ.
ഇതുകൊണ്ട് വെള്ളരിക്ക വെട്ടാം. ചോറും റെഡിയാ. ഊണ് കഴിക്കുന്നോ? ഇല്ല വേണ്ട, കുഴപ്പമില്ല, വേണ്ട. അല്ല, റിപ്പോർട്ട് എന്തായി? ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഭൂരിഭാഗം ഇൻഫർമേഷനും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ നടുവിൽ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ? അതിൽ സംശയമൊന്നുമില്ല. സഹായം വല്ലതും വേണമെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കേ. ആ, തീർച്ചയായും. നിങ്ങൾ സഹായിക്കാതിരുന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന വലിയ സഹായമാവും. അതല്ല, അവിടുത്തെ ചില ലോക്കൽ ആൾക്കാരെ നന്നായിട്ട് അറിയാവുന്ന, ആവശ്യമുണ്ടെങ്കിൽ നമുക്കവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പാർട്ടി ലെവലിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ എനിക്ക് മറ്റന്നാൾക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് തരണം. എന്താ, തരാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടൊന്ന് സംസാരിക്കാനിരിക്കുക. അവരെ നിരസിക്കില്ല എന്ന് കരുതുന്നു. അതിനെപ്പറ്റി ഓർക്കണ്ട. അവരവിടെ അത്രത്തോളം ഒന്നും സ്ട്രോങ് അല്ല. അതായത് എനിക്ക് തനിച്ചത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. എനിക്ക് ഇയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഓക്കെ. നോക്ക്, പാർട്ടിയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ്. ഞാൻ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. Hey! ഈയിടെയായി നീ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നീ എല്ലാവർക്കും ശല്യമായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ നേപ്പാൾ എന്ന് പറയുന്ന ആൾ മനുഷ്യനെയല്ല, അവനൊരു തെമ്മാടിയാ. അവൻ ആരാന്ന് നിനക്കറിയോ? അവനെ വളർത്തിയത് ഞാനാ. ഇത് കണ്ടോ? അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പഴവും സ്വീറ്റും ഒക്കെയാ. അവനാ മനുഷ്യൻ. ഈ മരുന്നൊക്കെ കൊണ്ടുവന്നതും അവനാ. ഡോക്ടർ ഫീസും കൊടുക്കുന്നത് അവനാ. പക്ഷെ അതുകൊണ്ട് ഞാനവന്റെ വേലക്കാരിയല്ല. ഇതൊക്കെ അവൻ എനിക്ക് ഗുരുദക്ഷിണയായി തന്നതാ. അപ്പൊ അത് വാങ്ങാൻ നാണമുണ്ട്, പക്ഷെ വേറെ വഴിയില്ലാതെ വാങ്ങിക്കുകയല്ലേ? എന്റെ മുന്നിൽ അധിക പ്രസംഗം വേണ്ട. എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നെ കണ്ടാ ഭയപ്പെടുകയുള്ളൂ. സിദ്ധാർത്ഥ റോയും എന്നെ കണ്ടാ പേടിക്കും.
അന്നൊക്കെ ഈ CPM ഒന്നും ഇല്ലായിരുന്നു. അതിരിക്കട്ടെ, നീ എന്തിനാ നേപ്പാളിനെ നശിപ്പിക്കണം എന്ന് പറയുന്നേ? എന്തിനാ ജനങ്ങളെ കൊല്ലുന്നത്? അവൻ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്റെ ബെഡ്റൂമിൽ വരെ അവന്റെ റൗഡികൾ വന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നത്? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? സ്ത്രീകളായിട്ട് ചവിട്ടി അരക്കുക. ഒരു കാലത്ത് ഞാൻ അവനെ ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അവനെ നാറിന്നാ വിളിക്കുന്നത്. അത്രത്തോളം എനിക്ക് അവനോട് വെറുപ്പാ. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിന്നെ കാണുമ്പോ എന്റെ ഓർമ്മ വരുന്നു. സത്യമായിട്ട് എന്നെ കാണുന്നത് പോലെ. എനിക്കും ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നീടാണ് ഞാൻ ഇങ്ങനെ ആയത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. ഞാൻ നിങ്ങളോട് സഹായമൊന്നും ചോദിച്ചില്ലല്ലോ. ഞങ്ങളോടൊന്ന് സഹകരിക്കണം, അത്രമാത്രം. എന്റെ ഭർത്താവിനെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പൊരുതി തളർന്നിരിക്കുക. ആരും എന്നോട് സഹകരിച്ചില്ല. ഹരിനാഥിന്റെ ഡിക്ഷണറിയിൽ നിന്നും ആ വാക്ക് തന്നെ ഇല്ലാതായിരിക്കുന്നു. അന്നു തൊട്ട് ഞാൻ അവനെ വെറുക്കാൻ തുടങ്ങിയതാ. പോലീസ് എന്താ ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കുന്നത്? രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയാണോ? പക്ഷേ ഇന്ന് 2 പാർട്ടി പ്രവർത്തകർ മരിച്ചപ്പോഴേക്കും പാർട്ടിക്ക് എന്താ ഭൂതോദയം ഉണ്ടായോ? നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ലതോ ചീത്തയോ? നമ്മൾ ഏത് പക്ഷത്താ നിൽക്കുന്നതെന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് തീരുമാനിക്കുന്നത്. എൻകൗണ്ടറിൽ ആൾക്കാരെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ഒരു ശീലമായിരിക്കുക. എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? എന്നെ വേണമെങ്കിൽ കൊന്നു കുഴിച്ചു മൂടാം. ആരും നിങ്ങളോടൊന്നും ചോദിക്കില്ല. ആവശ്യമില്ലാതെ കുറെ പേരെ കൊല്ലുന്നതിനേക്കാളും അവരുടെ നേതാവിനെ കൈക്കുള്ളിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നി. നിങ്ങൾ പോലീസ് ആകുന്നതിന് പകരം കോളേജിൽ ലെക്ചറർ ആകാമായിരുന്നു. പൂച്ചയുടെ കഴുത്തി മണി കെട്ടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കഴുത്ത് അളക്കണമല്ലോ. ഞാനിപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഞാനല്ല, ഗവൺമെന്റ്. മറ്റേ സൈഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത്ര നല്ലതൊന്നുമല്ല. CMനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ കൺട്രോളിലാണെന്നാണ് വിചാരം. മൊത്ത റെസ്പോൺസിബിലിറ്റിയും ആ തെമ്മാടി പോലീസുകാരനെ ഏൽപ്പിച്ചില്ലേ? ആര്? സുൽത്താൻ അഹമ്മദോ? അവൻ എന്ത് ചെയ്യാനാ? അവന് നമുക്കെതിരായി ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല. അവനെങ്ങനെ നിസ്സാരക്കാരനായി കാണണ്ട. ഇറങ്ങി തിരിച്ചാ നേടിയിട്ടേ തിരിച്ചു വരൂ. ഈ കാര്യം നിങ്ങളുടെ ആൾക്കാരെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ. കുറച്ച് ദിവസം പോയി ഒളിച്ചിരിക്കട്ടെ. നീ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? അപ്പോ ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കണം. ആരോട് ചോദിച്ചിട്ട് നീ ഗവൺമെന്റ് ഓഫീസറെ കൊന്നത്? നിന്റെ ആളുകളെ കുറിച്ച് അടക്കിയെടുത്തത് നിനക്കറിയില്ലേ? ചുമ്മാ ചൂടാവാതെ. പാർട്ടിയുടെ ഫണ്ട് എവിടുന്ന വരുന്നെന്ന കാര്യം മറക്കണ്ട. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലുണ്ടല്ലോ. പിന്നെ പോകാൻ എനിക്കൊരു സ്ഥലം ഉണ്ടാവില്ല. അതിനാ പറയുന്നേ, എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരാൻ. പിന്നെ നിങ്ങളുടെ ഇൻസ്പെക്ടറിനെ എനിക്ക് വേണം. ഒരു പോട്ടനെ പോലെ സംസാരിക്കാടാ.
നീ എന്തിനാ ഈ പോലീസുകാരെയൊക്കെ ഇടപെടുത്തിയത്? അയാളുടെ സഹായം എനിക്ക് വേണം. പോലീസ് ഇതിൽ ഇൻവോൾവ് ചെയ്യണം. എന്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാൻ എനിക്ക് ഇവരൊക്കെ ആവശ്യമാണോ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥര്. എന്തായാലും തന്റെ ബിരിയാണി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, കലക്കിയിട്ടുണ്ട്. ഞാനാ സംസാരിക്കുന്നേ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ. എനിക്കിപ്പോൾ എൻ്റെ മോളോടൊന്ന് സംസാരിക്കണം. അതിന് പറ്റുമോ? ഒന്ന് നീ ഇപ്പോൾ എന്നോട് എന്താ പറഞ്ഞേ? ഞാൻ കൊലയാളിയാണെന്നോ? കൊല്ലുന്നത് എൻ്റെ ജോലിയാ. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതിനുവേണ്ടിയാ ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നത്. ഈ ജോലി വളരെ ഡിമാൻഡുള്ള ജോലിയാ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പറഞ്ഞോ. ശനിയാഴ്ച രാവിലെ മന്ത്ര മരണാനന്തര ചടങ്ങിന് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ എന്റെ ആൾക്കാർ അവളെ നോക്കിക്കോളും. നിന്റെ സംരക്ഷണം വേണം കേട്ടോ. എന്നാ ശരി, ബൈ. ഓക്കെ. എന്റെ 2 ആൾക്കാരെ കൊന്നിരിക്കുന്നു. അവൾ എവിടെയാ ഉള്ളത്? അവരെ കൊന്ന പെണ്ണുമ്പിള്ള എവിടെയാണോ ഉള്ളത്? അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അലി, നവാബ്, അവനൊന്ന് പിടിച്ചു നിർത്ത്. വാ, പെട്ടെന്നാവട്ടെ. ബാക്കി പൈസ ഒന്നുമില്ല കേട്ടോ എനിക്ക്. വരുന്നുണ്ട്. 100 രൂപ തന്നെയല്ലേ? 85 രൂപയല്ലേ പോയിന്റെ കാശ് വരുന്നത്? ബാക്കി പൈസ ഒന്നുമില്ലല്ലോ. പിന്നല്ലാതെ എന്തൊരു പണിയാ കാണിച്ചത്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? ഓടിക്കോ. ചേച്ചി, ചേച്ചി,
കൊണ്ടുപോവന ഒക്കെ എടുത്തോണ്ട് വാടാ. ആരോടാ കളിക്കുന്നത്? അത് ശരി, ഇങ്ങോട്ട് മാറ്റ എടുത്തോ അങ്ങോട്ട്. ഇടോ കൊല്ലിയോട്ടെ ഇവനെ. തീർന്നടാ നീ പന കഴിവരുടെ മോനെ. നേപ്പാളിൽ ചെന്ന് ഈ എരപ്പാളിയുടെ ഒക്കെ തലവനെ ഞാൻ വെട്ടിക്കൊന്നടാ. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇവിടെ എന്തായി നടക്കുന്നേ? നിങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഓരോരുത്തരായി കൊന്നോണ്ടിരിക്കുക. ഇവിടെ എന്താ നിയമവും പോലീസും ഒന്നും ഇല്ലേ? ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഇത് CPM-നെ കോൺഗ്രസിനെ സംബന്ധിക്കുന്നല്ല. ഇതാര് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നുവെന്ന് കണ്ടുപിടിക്കണം. ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷനാണ് സാർ എടുക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയും, ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം തന്നെ ഞങ്ങളുടെ പ്ലാനിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ പിന്നീടുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? നന്നായിട്ട് അറിയാം. പിന്നെന്താ ആക്ഷൻ എടുക്കാത്തേ? മുള്ളിനെ മുള്ളുകൊണ്ടാ സാറേ എടുക്കേണ്ടത്. ഇത് എൻ്റെ ഗെയിം പ്ലാനാ. ഇതല്ലാതെ ഇവരെ ഡീൽ ചെയ്യാൻ മറ്റു മാർഗമൊന്നുമില്ല. നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമാണ്. സെൻട്രൽ ഹോം മിനിസ്ട്രിയിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. പോരാത്തതിന് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചാൽ അത് നമുക്ക് ഭയങ്കര നാണക്കേടല്ലേ? പക്ഷേ എനിക്ക് ഇനിയും കുറച്ച് സമയം വേണം. നിനക്ക് വേണ്ടുന്ന സമയം എടുത്തോ. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് പാർട്ടിയിലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാവരുത്. പിന്നെ പുറത്ത് ന്യൂസ് പോകാനും പാടില്ല. നോക്ക്, ഭരതനോട് ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം. നിനക്ക് പാർട്ടി സപ്പോർട്ടെല്ലാം കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ ഭരതനോട് എന്തെങ്കിലും പറയണോ? വേണ്ട. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്നോളാം. ഇതുപോലെ ഭജനയൊക്കെ നടത്തുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുപോലെ പൂണൂലിട്ടവനൊന്നും ബ്രാഹ്മണനാവണമെന്നില്ല കേട്ടാ. അതുപോലെ തന്നെ 5 പ്രാവശ്യം നമാസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം മുസ്ലിമും ആവില്ല. അന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യം എല്ലാവരും കണ്ടതാ. പക്ഷെ ആരും സാക്ഷി പറഞ്ഞില്ല. ഓ അത് ശരി. കാളിബാബു മാർക്കറ്റിലെ ആഴ്ച അവസാനം ആവുമ്പോ ചത്തുപോയ മീനും വെക്കാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് സാക്ഷി പറയാൻ പോയിട്ടുണ്ട്. അതും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെയൊക്കെ കൊന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? മതിയാക്ക്. ദാ ഭജന കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നോടല്ലേ ശത്രുത? എന്റെ കുടുംബത്തോടെപ്പോഴാണ് തുടങ്ങിയത്? ആ മനസാക്ഷി ഇല്ലാത്തവനെ അന്നേ ഞാൻ വെട്ടി നിർക്കണ്ടായിരുന്നു. എന്റെ ഭാര്യ അവനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഗൗതം മിത്തനെ പറ്റി അറിയാവോ? അവൻ ചെയ്ത തെറ്റിന് അവൻ്റെ ഭാര്യ എന്തിനാ വന്നേ? അത് മാത്രമല്ല, നിങ്ങളുടെ ഈ തൊഴിലിൽ നീതിയും ന്യായവും ധർമ്മവും ഒന്നും ഇല്ലല്ലോ. എനിവേ, ഇതുപോലത്തെ ഭജന ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നടത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്ത പാപത്തിന് കുറച്ച് പുണ്യെങ്കിലും കിട്ടുമല്ലോ. ഗുഡ് ബൈ. ഒരു മിനിറ്റ് സാർ, ഞാൻ നിങ്ങൾക്ക് ചില വിവരങ്ങൾ തരാം. അങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത പാപക്കറ കുറച്ച് പോട്ടെ. എന്ത് പറ്റിയിടോ? പോലീസിന്റെ റെയ്ഡ് നടന്നിരിക്കുക. ആണോ? എന്തിനാടാ? നമ്മുടെ 4 ട്രക്ക് സീസ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ ആൾക്കാരെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഇതെങ്ങനെ സംഭവിച്ചടാ? അറിയില്ല. ആരാ പറഞ്ഞു കൊടുത്തത്? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാൻ ആ സ്ഥലത്ത് ഇല്ലായിരുന്നല്ലോ. ഓടിക്കോ. എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്,
ഇങ്ങോട്ട് നോക്കിയേ. എന്റെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എത്ര നാളായിട്ട് ഞാൻ പറയുക. വിഷമിക്കേണ്ട, ഞാൻ മസൂദിനോട് പറയാം. അവനോട് വന്ന് എന്നെ കാണാൻ പറ. മാസം 500 രൂപ കൊടുത്തേക്കാന്നേ. പറ്റില്ല. അവനൊരു നല്ല ജോലി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞെന്നേ. പഠിത്തം കഴിഞ്ഞെന്ന് വെച്ച് ഞാനും ഒരുപാടൊക്കെ പഠിച്ചതാടി. BA-ക്ക് 2nd ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്തായി കണ്ടില്ലേ? മേഘനാഥ് ഭട്ടിന്റെ കഥ ആദ്യം തൊട്ടേ കേൾക്കേണ്ടതാ. അയാളുടെ വീരധീര കഥകള് ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? ആരാത്? ആരാ ഈ സമയത്ത് ശല്യപ്പെടുത്തുന്നേ? എന്തുപറ്റി? എന്തിനാടാ ഈ സമയത്ത് വന്ന് മുട്ടുന്നേ? പ്രശ്നം വളരെ വഷളായി. ഒന്ന് പുറത്തേക്ക് വരാമോ? ഹലോ, ആരാ? നിനക്കെന്നെ പ്രാന്താണോ? എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നാളത്തെ പത്രത്തിലെ ഹെഡ്ലൈൻ ന്യൂസ് ആയിരിക്കും വരിക. അതായത് പാർട്ടി ലീഡർ ഡ്രഗ് കേസിൽ ഇൻവോൾവ് ആയെന്ന്. വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ എനിക്ക് ഉറങ്ങണം. ഞാൻ ഫോൺ വെക്കാൻ പോവാ. ലവലാതി ഞാൻ പറയുന്നൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറും. പോലീസ് റെയ്ഡ് നടത്തിയപ്പോ കണ്ണന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് വിവരം കിട്ടി. സാരമില്ല, പോട്ടെ, ജീവിച്ചു പോട്ടെ അല്ലേ? ആരാ അത്? കാനയാണോ? കണ്ണൻ എവിടെ? അവൻ എവിടെയെന്ന് പറയേ. അത് എനിക്കറിയില്ല. അവൻ വന്നിട്ടില്ല. എടാ, അകത്ത് കയറി നോക്കടാ. അവൻ കുറച്ച് ഓവറായിട്ട് പോവാ. അകത്തെങ്ങും ആരുമില്ല. വൃത്തികെട്ട തൊള്ളേ. ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളുടെ മോനോട് പറഞ്ഞേക്ക്. മനസ്സിലായോ? ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട അവന്റെ തലവെട്ടി നിന്റെ കൈ തരും. അതിരിക്കട്ടെ, നീ എലന്റെ ബെല്ലി ഡാൻസ് എല്ലാം കണ്ട? അത് അടിപൊളിയായിരിക്കും കേട്ടോ. എന്താടാ ഹെലനെ പറ്റി മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് അവളെ വല്ലാതെ അങ്ങ് ബോധിച്ചോ? നിനക്ക് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നല്ലാതെ അടിപൊളിയല്ലേ? എന്താടാ നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് നോക്കിയേ. എന്താടാ അവിടെ ഒരു ആൾക്കൂട്ടം? വാടാ, എന്റെ കൂടെ വാ. എന്താ എന്താ ഇവിടെ? എന്ത് പറ്റി? എന്താ ഉണ്ടായെന്ന് പറയാമേ? എന്താ 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 സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്ന് പറയാമേ? മസൂദോ? എടാ പന്ന മസൂദേ, നിന്നെ വെറുതെ വിടണോ ഞാൻ? എവിടെ കത്തി? എവിടെ? കാർത്തികേ, എന്റെ കൂടെ വാടാ. വാ വാ. ഇന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. വാടാ, വേഗം വാ. വേഗം വേഗം. വേഗം വാടാ. എടാ മസൂദേ, എവിടാ നീ? ഇറങ്ങി വാടാ. ഈ എന്ത് ധൈര്യത്തിലാണ് എന്റെ അമ്മയെ അടിച്ചത്? വാടാ, വരാനാ പറഞ്ഞത്. എന്നെ എവിടേക്കാ പറഞ്ഞു വിടുന്ന അമ്മേ? ഇവിടെ മോൾക്ക് സുരക്ഷയില്ലല്ലോ മോളെ.
മോളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ ഈ അമ്മ എന്ത് ചെയ്യും? മോളെ ഇവിടുന്ന് പോകുന്നത് നല്ലത് മോളെ. വേണ്ടമ്മേ, അപ്പൊ വേഗം അവിടെ എത്താം. ഞാൻ പോയില്ല. എന്നെ 1-2 ദിവസത്തേക്ക് അമ്മ ഇവിടെ വന്നോളാം കേട്ടോ മോളെ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ ആന്റിയോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. മോക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, ആന്റി എല്ലാം ഉണ്ടാക്കി തരും. മോക്ക് ഇഷ്ടമുള്ള നെയ്ച്ചോറും ഉണ്ടാക്കി തരും. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. അമ്മ എങ്ങോട്ട് വന്നോളാം. ലക്ഷ്മി ആന്റിയുടെ കൂടെ പൊയ്ക്കോ, അമ്മ എങ്ങോട്ട് വന്നോളാം. ലക്ഷ്മി ഇങ്ങി വന്നേ, വാ. അമ്മ വേഗം അങ്ങോട്ട് എത്തും. മോൾ പൊയ്ക്കോ, നല്ല കുട്ടിയായിരിക്കണം. പറഞ്ഞ അനുസരിക്കണം മോളെ, പറഞ്ഞ കേൾക്കണം. ചെല്ല്, ലക്ഷ്മി ആന്റിയുടെ കൂടെ ചെല്ല്. ഒരു 2 ദിവസം കൂടി ക്ഷമിച്ചിരിക്കും മോളെ. ലക്ഷ്മി, അവളെ സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ട് പോണം. എന്റെ മോള് കരയാതെ വാ. എന്നെ പറഞ്ഞു വിടല്ലേ അമ്മേ. ഞാൻ പോവില്ല അമ്മ, എന്നെ പറഞ്ഞു വിടല്ലേ. ഞാൻ ആന്റിയുടെ കൂടെ പോവില്ല. ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ല. CM റിപ്പോർട്ട് ചോദിച്ചിരിക്കുക. ഇതിന്റെ പുറകിലുള്ളവന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നേക്കണം. എല്ലാം മുക്കുവന്മാരാണെന്നേ. ചേട്ടേ, വാക്കുകൾ സൂക്ഷിച്ചു വേണം. ആ, പോലീസ് ഓഫീസറോട് ചോദിക്കണോ ഞാൻ പറഞ്ഞതിന് കുഴപ്പമില്ല. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ സംഭവിക്കുന്ന ഒന്നും നല്ലതിനല്ല. എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത്. എല്ലാരും പോയി അവരവരുടെ ജോലി നോക്ക്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ. മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കില്ലായിരുന്നു. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയ പോലെ ഇത്. വാഴക്കടാ, ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. മിനിങ്ങാന്ന് നടന്ന സംഭവം സിംബൂര് മൊത്തം കണ്ടത്. ഇനിയൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ മറ്റവനെ കൊന്ന പോലെ നിന്നെയും വെട്ടി അരിഞ്ഞു കളി ഞാൻ. ഇതേ ധൈര്യത്തോടെ കോടതി വന്ന് എല്ലാം പറഞ്ഞിരുന്നേ നന്നായിരുന്നേനെ. നിങ്ങളൊന്ന് ഇരിക്കാമോ? പുറത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുക, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. അഹമ്മദ് സാർ പറയുന്നത് പോലെ ഇതിനൊരു അവസാനം കണ്ടെത്തിയേ പറ്റൂ. പിന്നെ നമുക്ക് സാധാരണ പോലെ നമ്മുടെ ജോലി തുടരാമല്ലോ. നിനക്ക് എന്തറിഞ്ഞിട്ടാ ഇതൊക്കെ പറയുന്നത്? എന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നൊന്നും മറക്കണ്ട. നിനക്ക് 7 മാർക്കറ്റിൽ നിന്ന് പണം വരുന്നുണ്ടെന്ന് അഹങ്കാരമാ. നീ നിന്റെ ആളുകളെ അയച്ച് എന്നെ കൊല്ലാൻ നോക്കി. പാവം നോക്കി ഞാൻ നിന്നെ വെറുതെ വിട്ടതാ. അല്ലെങ്കിൽ നിന്റെ ഈ 110 കിലോയുള്ള ശരീരം ഗംഗാനദിയിൽ ഒഴുകി നടന്നേനെ. ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. നീ അതിനിടയാക്കരുത്. കേട്ടില്ലേ, ഇവളെ യഥാർത്ഥ കള്ളി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു, പക്ഷെ ഇവളെ കളിക്കുന്നു. നീ എന്താ ഒരു MLA മട്ടിലിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഗുണ്ടകളാ. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. ഒരുത്തനെ വെട്ടണോന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ വെട്ടി കൊന്നിട്ടേ മടങ്ങൂ. ഇയാൾ എന്ത് വൃത്തിയോടൊക്കെ പറയുന്നേ? സത്യമാണോ? ദിവസവും ഒരു പെണ്ണിനെ കൊല്ലാൻ ആളിനെ അയക്കുന്ന നിങ്ങൾ ഞാനപ്പോ എന്തു പറയണം? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആരാ ജീവനോട് ഇരിക്കേണ്ടേ മരിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. മിച്ചമുള്ളത് ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിക്കോളാം. ഖുദാഫീസ്. ഒന്ന് നിന്നേ. എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഇവിടുന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവരെ വെട്ടിക്കൊല്ലാൻ എന്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക. പ്രസാദം വാങ്ങിച്ചു പോകാൻ നോക്ക്. എടുക്ക്. അതിരിക്കട്ടെ, നിങ്ങൾ ഈ കിച്ചോറിയൊക്കെ ചെയ്യാറില്ലേ?
എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് പ്രസാദം മേടിച്ച് സ്ഥലം വിടാൻ പറയും. കുറച്ചു ദിവസം മുമ്പ് എന്റെ അടുത്ത് സഹായിക്കണേന്ന് പറഞ്ഞു വന്നത്. നിങ്ങളുടെ സാമ്രാജ്യം മുഴുവനും അവരില്ലാതാക്കി. ഇനി കൂടുതൽ ഞാൻ എന്തു പറയാനാ? ആ ഒരു സ്ത്രീ വന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോ സഹതാപം തോന്നി. ഇപ്പൊ അവളുടെ സ്വഭാവം കണ്ടില്ലേ, എങ്ങനെ വണങ്ങി നിന്നാണെന്നറിയോ? അന്ന് ഞാൻ അവൾക്ക് കാളിവാവ് ബസാറിലെ ഷെയറും കൊടുത്തായിരുന്നു. കൊടുക്കണ്ടെന്ന് കണ്ണം പറഞ്ഞതാ. അന്ന് ഞാൻ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. മനസ്സിൽ കുറച്ച് നന്മ ഉണ്ടായി പോയല്ലോ. നല്ലവനായതുകൊണ്ടല്ലേ നിങ്ങൾ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ എന്താ നിങ്ങൾ കരുതിയേ? ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ അവളെ വെട്ടിക്കൊല്ലും, അറിയോ? കഷ്ണമാക്കി കടലിലെറിയും. കാണാൻ പോകുന്നല്ലേ ഉള്ളൂ, അപ്പൊ അറിയും. ബുനി, എന്തോ? ആ വിളക്കെടുത്തോണ്ട് വന്നേ. ഹേയ് ബുനി, ദാ വരുന്നു. ചേച്ചി, ചേച്ചി. ഓടിക്കോ. ഒന്ന് കണ്ണു തുറക്കാൻ പറ ചേച്ചി. എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെയും അവർ കൊന്നേനെ. പിന്നെ എന്തിനു ഞാൻ ജീവിച്ചിരിക്കണം? ഇതിനൊരവസാനം ഉണ്ടാവില്ല. നീ അവരുടെ ആൾക്കാരെ കൊല്ലും, അവര് നിന്റെ ആൾക്കാരെ കൊല്ലും, നീ വീണ്ടും പോയി അവരെ കൊല്ലും. ഇതിങ്ങനെ തുടർക്കഥ പോലെ പോയിക്കൊണ്ടിരിക്കും. ഇത് അവസാനിക്കില്ല. ഇനി ഞാൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല. ആരെയും കൊല്ലുകയില്ല. മൊത്തത്തിൽ ഞാൻ അവരുടെ കഥ കഴിക്കാൻ പോവുക, എന്നേക്കുമായി. ഇത് ഹിന്ദു മുസ്ലിം വർഗീയതയൊന്നുമല്ല. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. എല്ലാവരും ഹിന്ദുക്കളാ. മുസ്ലിങ്ങൾ തൊപ്പിയും വെച്ചിട്ട് വന്നതാ. അതിലൊരുത്തരും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. പോൾ ടു, കണ്ണൻ്റെ ആളാ. ആരുടെ ആളാ? കണ്ണൻ്റെ ആള്. എവിടെ പോയി അവനെ കാണാൻ പറ്റും? സാരല്ല, അത് വിട്ടേക്ക് മേഡം. നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ അവൻ എവിടെയുണ്ടെന്ന് പറ. അവൻ ഫുട്ബോൾ കളിക്കാനായിട്ട് എന്നും രാവിലെ ലിച്ചിതല ഗ്രൗണ്ടിലേക്ക് വരും. എനിക്കൊരു 4 പേരെ വേണം. അയ്യോ, ഇത് ഫോറിനാണല്ലോ. ഒറിജിനലാ. ഇതേ ഉള്ളൂ. നേരെ തുടങ്ങേ, അപ്പോഴേക്കും ചിക്കനിങ് വരും.
ശരിക്കും നിങ്ങളാ ഞങ്ങളുടെ ബോസ്. ഇതുപോലെ കിട്ടുമോ? ദിവസം കിട്ടുമോ? നിനക്ക് എത്ര വേണ്ടത്? 1 2 എത്ര വേണമെന്ന് പറയടാ. ആ ചേട്ടൻ ഒരു സംഭവം തന്നെയാ. എടാടാ എഴുന്നേക്ക്, ഫോറിൻ സാധനടാ. ഏട്ടാ പോലീസ് ഒരു പക്ഷെ ഞങ്ങളെ പിടിച്ചാലോ? അങ്ങോട്ട് നോക്ക്. ഓ ഇതാന്നോ കാര്യം? തെമ്മാടികള് ഇപ്പഴും കിടന്ന് ഉറക്കമാണോടാ? എഴുന്നേക്കടാ അങ്ങോട്ട്. എഴുന്നേക്കടാ. ഇനി നീ ഒന്നും ഇത് കുടിക്കണ്ട കേട്ടല്ലോ. അയാൾ പറഞ്ഞു കേട്ടോ? ആരാ അങ്ങനെ പറഞ്ഞേ? കണ്ണനാ, നിങ്ങളെപ്പോലുള്ള തെമ്മാടികളെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഞെക്കിക്കൊല്ലുന്നാ പറഞ്ഞത്. എനിക്ക് പോവാൻ നോക്ക്. വീട്ടിൽ പോയി കിടക്കടാ. അവിടെ ചെന്നേ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കേ. അവൻ അത്രയ്ക്ക് ധൈര്യമായോ? എല്ലാരും എഴുന്നേക്കല്ലടാ, നമുക്ക് പോയി ആരാന്ന് കാണിച്ചു കൊടുക്കാം. എനിക്ക് പറ്റുന്നില്ല. ഗ്രൗണ്ടിൽ വല്ലതും കാണാം. ബോൾ പാസ് ചെയ്യ്. ആരാടാ നിങ്ങളൊക്കെ? എന്താ ചുമ്മാ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? എന്താടാ എന്താ നിന്റെ പ്രശ്നം? എടാ ചേറ്റകളെ എന്റെ ദേഹത്ത് കഴിക്കുന്നു. തുറന്നു പറയാ സാർ. ഞങ്ങൾ കുടിച്ചിരുന്നു സാർ, അതുകൊണ്ട് അറിയാൻ ചെയ്തു പോയതാ സാർ. സാർ ഞങ്ങളൊന്നും ചെയ്യരുത് സാർ. പറയും സാറേ, എല്ലാവരുടെ പേരും പറയും. തീർച്ചയായിട്ടും എല്ലാവരുടെ പേരും പറയും. നീ പേര് പറയൂടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയടാ. എടാ എഴുന്നേക്ക്. നേരം മുതൽ കുറെ നേരമായില്ലേ? നിനക്ക് വീട്ടിൽ പോട്ടെ. എഴുന്നേക്ക്. കുറച്ചാളിന് മുമ്പ് ഞാൻ ശക്തിഗ്രഹയിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ലാഞ്ച കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പണ്ടുള്ളതുപോലെ അത്ര ടേസ്റ്റ് ഇപ്പൊ ഇല്ല. നിങ്ങൾ റാണ കെട്ടിപ്പോയി കഴിച്ചു നോക്കൂ സാർ. എന്തെന്നാ ലഞ്ച കഴിക്കണം? അവിടെ നല്ലപോലെ വറുത്ത് വരും. അത് ശരി. എങ്കിലതില് ഫാറ്റും കലോറീസും കൂടുതലായിരിക്കും. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർത്താണ് നടത്തുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, DG സാറ് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് സർക്കുലർ അയച്ചില്ലായിരുന്നോ? ഞാൻ വെയിറ്റ് കുറച്ചതാ, പക്ഷെ പിന്നെ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? പോയി എന്താ നോക്ക്. പൊക്കോ. സാറേ ഇവന് ജീവനുണ്ട്. ബുള്ളറ്റ് വെറുതെ വേസ്റ്റ് ആക്കല്ലേ. മോർച്ചറി പോയി അവൻ ഫ്രീസായി ചത്തോളും. സാറ് വേണോ എന്നെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ പെണ്ണും പിള്ള കൊല്ലും. നിന്നെ പോലുള്ളവരെ സംരക്ഷിക്കുന്നതാണോ എൻ്റെ ജോലി? അങ്ങനെ ചെയ്താൽ എൻ്റെ ജോലി പോകും. നീ എനിക്ക് ശമ്പളം തരൂ. എന്നാ സാറൊരു കാര്യം ചെയ്യ്, എന്നെ പിടിച്ച് അകത്തിട്.
ഞാൻ അതിനകത്ത് കിടന്നോളാം. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, സത്യമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇല്ലെങ്കിലേ ആ പ്രാന്തി എന്നെ കൊല്ലും. അവളൊരു യക്ഷിയാ സാറേ. അവള് എന്റെ ഗ്യാങ്ങിനെ തന്നെ ഇല്ലാതാക്കി. ഇവള് കാരണമാ നേപ്പാളിലും എനിക്കും തമ്മിൽ പ്രശ്നം ഉണ്ടായത് തന്നെ. ഇവള് ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കില്ലായിരുന്നു. എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട്. എന്ത് പ്ലാനാ? പറയൂ സാറേ. നിങ്ങൾക്കൊക്കെ വെളിയിൽ പോയി എന്ത് വേണേലും കഴിക്കാലോ. നിങ്ങൾ വലിയ ജമീന്ദാറല്ലേ? ജന്മിയുടെ മകൻ ജന്മി തന്നെ ആയിരിക്കൂടി. അടിയാന്റെ മകൻ എങ്ങനെയാ ജന്മിയാകാൻ പറ്റുക? നിങ്ങളൊരു സ്വീപ്പറിന്റെ മകനായിരുന്നെങ്കിൽ എനിക്ക് ഈ വൃത്തികേടൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്ത് വൃത്തികേടാണെന്ന് ഈ പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയല്ലടി കഷ്ടപ്പെടുന്നത്. അതെ അതെ, എല്ലാ ദിവസവും നിങ്ങൾ നോപ്രാടെ പറയിച്ചിട്ടുകൊണ്ടിരിക്കുമല്ലോ. വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. നിങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? നിന്റെ ഇതുപോലത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ അവളുടെ അടുത്ത് ഇപ്പോൾ പോവാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടടി. നിങ്ങൾ 3-4 മാസമായിട്ട് അവിടെ കയറി ഇറങ്ങുന്ന കാര്യം ആരും പറഞ്ഞ് ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാനത്ര വെടിയൊന്നുമല്ല. നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ ആളുകൾ ആരെങ്കിലാണോ? പിന്നെ നിന്റെ കാമുകമെന്ന് പറഞ്ഞാനോടി? അവൻ്റെ പേര് പറ. അവൻ്റെ പേര് പറ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കഴിക്കാൻ കുറച്ച് റാബറി കൊണ്ടുപോവാ. നീ ഒരു കാര്യം ചെയ്യേ, ഒരു വേലക്കാരനെ ജോലിക്ക് വെച്ചേക്ക്. പിന്നെ എനിക്ക് റാബറി കഴിക്കാൻ പുറത്ത് പോകണ്ടല്ലോ. അതെ, ജനലും വാതിലും ഒക്കെ അടച്ചേക്ക്. ആരും അകത്ത് വരാൻ പാടില്ല. ആ പിന്നെ നീ ഇവിടെ നിൽക്ക്. നീ ഇവിടെ തന്നെ നിൽക്ക്. ആരും അകത്തേക്ക് വിടരുത്. നിങ്ങളാ എന്റെ കാവൽക്കാര്. പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് വാലടച്ചിട്ട് വരാൻ. ആരും അകത്തേക്ക് വരാൻ പാടില്ല. ഒരു കാരണവശാലും വരാൻ പാടില്ല. നിന്റെ ഭാര്യ പോലും. സാർ, ഞാൻ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല. കഴിഞ്ഞില്ലേ? സമാധാനം. ഇതായിരിക്കും വേണ്ടത്. പറഞ്ഞത് മനസ്സിലായല്ലോ. ചെന്ന് വാലടക്കേ. ശരി സാർ. നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. എവിടെയും പോരുത്, അനങ്ങരുത്. വാതിലും ജനലും എല്ലാം അടയ്ക്കണം കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. ട്രക്ക് ബർദാമൻ കടന്നാ മതി, പിന്നെ രക്ഷപ്പെട്ടു. നിങ്ങളുടെ 3 ശിഷ്യന്മാരെ മാർക്കറ്റ് ഭരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. താപ്പാൻ, നേപ്പാൾ, പിന്നിപ്പോ മന്ത്രിയും. അവർക്ക് എന്നെ ഇഷ്ടമാ. അതെന്റെ കുറ്റമല്ലല്ലോ. അതിൽ തെറ്റൊന്നുമില്ല. ആര് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. അങ്ങനെ അവര് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം പ്രയോജനപ്പെടുത്തി ഈ സമയത്ത് ഈ ഷിബൂരയിൽ സമാധാനം കൊണ്ടുവരായിരുന്നു. പക്ഷെ അതിനു പകരം അവരെയെല്ലാം കുത്തിപ്പൊക്കി അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായമോ ധർമ്മമോ ഉണ്ടോന്ന് പറ. നീ ഇപ്പൊ പോയിക്കോ. എനിക്ക് ഉറങ്ങാനുള്ള സമയമായി. എനിക്ക് കിടക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങൾ എത്രത്തോളം ഉറങ്ങുന്നോ അത്രത്തോളം ഈ നാടിന് നല്ലതാ. അവിടെ നിൽക്ക്. ഇനി നീ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാ. അതാണ് ഇവിടുത്തെ നിയമം. ഇത് നിനക്ക് ആരും പറഞ്ഞു തന്നില്ലേ? ഞാനങ്ങ് മറന്നു. എന്നോട് ക്ഷമിക്കും. കാണാനില്ലെന്നാ? എന്താണ് ഈ പറയുന്ന? ട്രക്ക് കാണുന്നില്ലെന്നോ? എവിടെ പോയടാ? പറയുന്ന എനിക്ക് മനസ്സിലാവില്ല. എന്റെ ട്രക്ക് എനിക്ക് കിട്ടിയേ പറ്റൂ. ആ ട്രക്കിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയോ? അതില്ലെങ്കിൽ എല്ലാം തീർന്നടാ. 90 ലക്ഷം അതിലുള്ളത്. അത്രയും പണം നീ കണ്ടിട്ടാ? ഒരു ഉളുപ്പില്ലാണ്ട് ട്രക്ക് മോഷണം പോയിന്ന്. അവൾ എന്നെ നശിപ്പിച്ചേ അടങ്ങും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. BP കൂടുക. അയ്യോ, AC ഓൺ ചെയ്യടാ വേഗം. അയ്യോ. ഹേ പണ്ണു, പണ്ണു,
എടാ ഇത് ഷിപ്പൂറാണ് മോനെ. ഇവിടെ ജീവിക്കണമെങ്കിൽ അത് വേണം. ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം. വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരുത്തനെ എനിക്കറിയത്തില്ല. ഉള്ളതാ പറയുന്നേ. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എന്റെ പേര് വരാൻ പാടില്ല. ശരി, ആ ഓക്കെ. അല്ല, എന്താ പറ്റിയത്? ഞാൻ അതിനോട് വിശദീകരിച്ചു തരണോ? നീ എപ്പോഴെങ്കിലും MLA ആയിട്ടുണ്ടോ? ആയി നോക്ക്, അപ്പം അറിയാം. അവളുടെ അടുത്ത ടാർഗറ്റ് ഞാനാ. തീർച്ചയായും നീ ഉണ്ടാകും. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. പോലീസ് എന്താ എൻ്റെ കൺട്രോളിലാണോ? ചോദിക്കുമ്പോഴൊന്നും പ്രൊട്ടക്ഷൻ തരത്തില്ല. നല്ല വിലയുള്ള സെക്യൂരിറ്റി സർവീസ് ഉണ്ട്, അവരെ വിളിച്ചു നോക്കുക. അതാ നിനക്ക് നല്ലത്. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. മസൂദും സമദും അവരായിരുന്നു എൻ്റെ എല്ലാം. അവരാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഞാൻ ഇനി എന്താ ചെയ്യുക? പുറത്ത് ഭയങ്കര സെക്യുലറിസമാണല്ലോ കാണിക്കുന്നത്. ഹിന്ദു ആയിരുന്നിട്ട് മുസ്ലിമിനെ സംരക്ഷണത്തിന് വെച്ചിരിക്കുന്നു. നിങ്ങളൊക്കെയാ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കുന്നേ. ഞാൻ അങ്ങനെയൊന്നും ആരെയും വേർതിരിച്ച് കണ്ടിട്ടേ ഇല്ല. ആദ്യം അത് മനസ്സിലാക്ക്. അതെ, ആവശ്യമില്ലാതെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നീ ഈ വീട് വിട്ട് പുറത്തു പോകേണ്ടി വരും. ഞാനിതുവരെ സ്വരം ഉയർത്തിയിട്ടില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ എന്റെ ഇന്ന് കാശ് എണ്ണി മേടിക്കാനൊന്നും നാണമില്ലായിരുന്നല്ലോ. അത് മാത്രമാണോ? അവളെ വിട്, ഇവളെ വിട്, എന്തൊക്കെയാ? വേണ്ട 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 വേണ്ട. നിങ്ങളുടെ ആളുകളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയേക്കാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നീ ചെയ്ത എല്ലാ വൃത്തികേടുകൾക്കുമുള്ള തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. അതെല്ലാം ഞാൻ പാർട്ടി ഓഫീസിൽ അറിയിക്കും. നീ ഫോറിൻ മദ്യം കുടിക്കുന്ന, സീറ്റ് വലിക്കുന്നൊക്കെ ഈ ലോകം മൊത്തം ഞാൻ അറിയിക്കും. തൊഴിലാളികളുടെ ഒരു നേതാവ്. പലാഷ്, ഞാൻ പറയുന്ന നമ്പർ ഡയൽ ചെയ്തേ. എല്ലാ ജനലും കഥവ് അടച്ചേക്ക്. ആരും വീട്ടിനകത്ത് കയറാൻ പാടില്ല. മനസ്സിലായോ? അതിപ്പോ നാട്ടുകാരായാലും സ്വന്തക്കാരായാലും ശരി, പാർട്ടിക്കാരെയും ആരെയും കയറ്റി വിടണ്ട. മനസ്സിലായോ? അവര് ദിവസവും വരുന്നവരല്ലേ, അവര് വരട്ടെ. പക്ഷെ ഒരു സമയത്ത് ഒരാളെ വരാൻ പാടുള്ളൂ. എല്ലാവരും ചെക്ക് ചെയ്ത് കയറ്റി വിട്ടാ മതി. 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ടാവണം ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സാർ. ഇതെല്ലാം മറികടന്ന് ആരും അകത്തേക്ക് വരാൻ പാടില്ല. എന്നെ കൊല്ലാൻ വേണ്ടി ആരെപ്പോ വേണമെങ്കിലും വരാം. ഞാൻ ഉറങ്ങിയാലും സെക്യൂരിറ്റി ഉറങ്ങാൻ പാടില്ല. മനസ്സിലായോ? സാർ, അപ്പൊ പോലീസിനെ ഇൻഫോം ചെയ്താലോ? പോലീസിനെ ഒന്നും അറിയിക്കണ്ട, അതിന്റെ കാര്യമില്ല. ടപ്പൻ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞൂടെ? പോലീസ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാ കൊല്ലപ്പെട്ടത്. എന്നാ നീ പോയിക്കോ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരി സാർ. എല്ലാരോടും ഒന്ന് പറഞ്ഞു വിട്ടില്ലേ? അവരെല്ലാം പോയി. എല്ലാരും പോയില്ലേ? ആരും വേണ്ട. അതെ സാർ. പോലീസ് വന്ന് ചോദിച്ചാൽ ഞാൻ കുടുംബത്തോടെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എന്നാ നീ പോയിക്കോ. ശരി സാർ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്തൊരു ചൂടാ ഇവിടെ.
എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്ത? എന്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. പരമ നാറി. കേൾക്കുന്നുണ്ടോ? ഞാനുണ്ടല്ലോ. ഹലോ ഹലോ. നീ എന്താ താഴെയിട്ടെ? എന്റെ കണ്ണട പൊട്ടിച്ചു അല്ലേ? അവരെ വിട്ടേക്കൂ. ഹലോ. ഇതിപ്പോ 3 ദിവസമായി. ഇനി ഇവിടെ വയ്യ. ഇവിടുന്ന് പോകാൻ എത്രയും പെട്ടെന്നൊരു കാറ് വിട്ടേക്ക്. ആരെങ്കിലും ഒന്ന് വേഗം പറഞ്ഞേക്ക്. രാത്രിക്കുള്ളിൽ എത്തണം. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വെക്കോട്ടോ. ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞതോർത്ത് വിഷമത്തിലാണോ? കണ്ണട ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല. വേറൊരു കണ്ണട ഉണ്ടായിരുന്നു, പക്ഷെ അതെന്റെ ഭാര്യ എവിടെയാ വെച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. ഇന്ന് നിനക്ക് ഒരുപാട് ജോലിയുണ്ടോ ഇവിടെ? ഇല്ല അങ്ങുന്നേ. എന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തൊരു വേദന. ഒന്ന് മസാജ് ചെയ്യാമോ? അതിനുള്ള കാശ് തരാം. ആ ഫാൻ ഒന്ന് ഓണാക്കിക്കോ. ഇരിക്ക്. അങ്ങനെ തന്നെ. നിനക്ക് എല്ലാം അറിയാലോ.
അതിനുശേഷം ആരും മന്ത്രാദേവിയെ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം രാത്രി അവള് കാറ്റിൽ മറഞ്ഞുപോയി. അവൾ എവിടേക്കാ പോയതെന്ന് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങൾ ശരിക്കും വലിയൊരാളാണല്ലോ സാറേ. കാര്യം എന്തൊക്കെയായാലും അവൾക്ക് ഫുൾ സെക്യൂരിറ്റി കൊടുക്കണമല്ലോ. മറ്റുള്ള കാര്യമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എന്നാ പിന്നെ കട്ട് ചെയ്യട്ടെ. നാളെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വലിയ റാലി വെച്ചിരിക്കുകയാ. അതിന് ആളെ കൂട്ടണമല്ലോ. ഞാനാണല്ലോ തൊഴിലാളികളുടെ നേതാവ്. ഓ മൈ ഗോഡ്, നമ്മൾ എവിടേക്കാ പോന്നേ? ഇവിടെ കണ്ടാ നമ്മൾ ശരിക്കും പേടിച്ചു പോവല്ലോ. ഒബിയസ്ലി ഈ സ്ഥലം തന്നെ വേണമെന്ന് അവരാണ് ആവശ്യപ്പെട്ടത്. കാരണം അവരുടെ ജീവൻ ആവത്തില്ലല്ലേ. അവിടെയുള്ള ജനങ്ങൾക്ക് അമ്പലവും കെട്ടി പല കാര്യങ്ങളും ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് എനിക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. മന്ദിര ബിസ്വാസ് പരോമിത. നമസ്കാരം. ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിന് വളരെ നന്ദിയുണ്ട് അഹമ്മദ്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. കുറേ നാളായി ഞാൻ ഇവളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വളരെ വിചിത്രമായ ഒരു സ്ത്രീയാണ്. പെട്ടെന്ന് ഒരു ദിവസം അർദ്ധരാത്രിയിൽ എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇവളൊരു ജൂനിയർ റിപ്പോർട്ടറാണ്. എന്തിനു വേണ്ടിയാണ് ഇവളെ കാണണം വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഞാൻ എന്തിനാ വന്നത്? നമുക്ക് റിട്ടയർഡ് ആയതുകൊണ്ട് എനിക്ക് സമയം ധാരാളം ഉണ്ടെന്ന് കരുതരുത്. എനിക്ക് ചെയ്തു തീർക്കാൻ ധാരാളം ജോലികളുണ്ട്. അതുകൊണ്ട് എനിക്ക് വേഗം പോകണം. സംസാരിച്ച് തീർക്കും. എനിക്കും ആശ്ചര്യമായി. എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വിളിപ്പിച്ചതെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 25 വർഷമായിട്ട് നിങ്ങൾ വെളിയിലുള്ളവരെ ആരും മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല, ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്നത് നിങ്ങൾ മരിച്ചുപോയെന്നാണല്ലോ. മരിച്ചത് സത്യം തന്നെയാ. മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ച ശേഷം ജീവിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് അമ്മയുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മയില്ല. ചെറിയ വയസ്സിൽ എന്നെ ഉപേക്ഷിച്ചു പോയതാ. ഏതൊരമ്മയും ഒരിക്കലും തൻ്റെ മക്കളെ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് പോകാറില്ല. ചിലപ്പോൾ അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയായിരിക്കും വിട്ടുമാറി നിൽക്കുന്നത്. അമ്മയുടെ ആഗ്രഹം കുഞ്ഞുങ്ങള് സുരക്ഷിതരായിരിക്കണമെന്ന. അത് മാത്രമായിരിക്കും. എന്റെ മോളിപ്പോ വളർന്നു വലുതായല്ലോ. എന്താ പറഞ്ഞേ? What do you mean? അമ്മ ഒരിക്കൽ പോലും അമ്മ എന്നെ കുറിച്ച് ഓർത്തില്ല. എന്റെ പൊന്നു മോളല്ലേ, പറഞ്ഞ കേക്ക്. വെയിറ്റ്. ഏതോ ഉത്സവത്തിൽ കാണാതെ പോയവർ ഒന്നിച്ചു ചേർന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കണോ? ഇത് നിന്റെ ഓഫീസല്ല, എന്റെ വീടാ. എന്നോട് ഒച്ചയിടരുത്. ഒച്ചയിടുന്ന എനിക്കിഷ്ടമല്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ല ഞാന്. ഞാൻ ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? നീ ഇതുപോലെ മുൻപ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അഹമ്മദ്. അത് നീ മറക്കരുത്. അങ്ങനെ നീ ചെയ്തില്ലായിരുന്നെങ്കിൽ ഷിപ്പൂരിൽ സമാധാനം ഉണ്ടാവില്ലായിരുന്നു.
ശ്രദ്ധിച്ച് കേട്ടോളൂ മന്ദിര ദേവി, നമുക്കിഷ്ടമില്ലെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഗവൺമെന്റും നമ്മളോട് പറയും, ഈ സ്റ്റേറ്റും നമ്മളോട് പറയും. നീ എന്താ മനസ്സിൽ കരുതിയേ? ഞങ്ങളൊക്കെ മനുഷ്യരെ കൊന്നിട്ട് അവരുടെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാണെന്നോ? എല്ലാ കാര്യങ്ങളും വളരെ സങ്കടത്തോടാണ് ഞങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായോ? ഏതൊരു സാഹചര്യത്തിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. പക്ഷെ ഞങ്ങൾ അതെല്ലാം മറന്നുപോകുന്നു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് പ്രധാനം. നാട് നന്നായിരിക്കാൻ വേണ്ടി 4 പേരെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞങ്ങളെ ഈ ജോലി ഏൽപ്പിച്ചവർ ഞങ്ങളോട് പറഞ്ഞത്. അതിനുവേണ്ടി നിങ്ങൾ ചില കുടുംബങ്ങളെ നശിപ്പിക്കും അല്ലേ? ശരിയല്ലേ? ഇത് പറയാൻ നാണമില്ലേ? പോലീസിനും മാഫിയയ്ക്കും ഒരു തമ്മിൽ വ്യത്യാസവും ഇല്ല. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ, പക്ഷെ ലക്ഷ്യമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാ നീ എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? എന്നെ ജയിലിലിടാമായിരുന്നില്ലേ? അപ്പൊ എല്ലാ പ്രശ്നവും അവസാനിക്കുമായിരുന്നല്ലോ. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലേ ഷിവൂരിലുള്ള ജനങ്ങൾ നിനക്കൊരു അമ്പലം കെട്ടി ദൈവമായിട്ട് മാറ്റിയനെ, മനസ്സിലായോ? നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എന്നെ കൊന്നതുപോലെ ഉണ്ടാക്കി തീർത്തു. അതായത് എന്നെ ഉപയോഗിച്ച് മറ്റുള്ളവരെല്ലാം കൊന്നൊടുക്കിയില്ലേ? അതുപോലെയല്ലേ? നിന്റെ ഓട്ടോബയോഗ്രഫി എഴുതി കഴിഞ്ഞ ശേഷം എനിക്കൊരു കോപ്പി അയച്ചു തരണം. അതിൽ എൻ്റെ കഥയുണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നീ ഇലക്ഷനിൽ നിൽക്കാൻ പോവില്ലേ? അത് കാരണം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ലേ ഞാൻ അയച്ചു തരാം. നീ അത് വായിച്ചാൽ വളരെയധികം സന്തോഷിക്കും. നീ നിന്റെ കഥയിലുള്ള ടെസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യ്. ഞാനേ നമ്മുടെ ജേർണലിസ്റ്റ് വരുന്നവരെ താഴെ വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കമ്മേ, നമുക്ക് ഇനിയും സമയമുണ്ട്. എന്നവര് നിന്റെ അച്ഛനെ കൊന്നോ അന്ന് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഒന്നും ഞാൻ പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുകയില്ലെന്ന്. നീ സുരക്ഷിതയായിരിക്കണം, സൂക്ഷിക്കണം. മന്ദിരദേവി നിനക്കൊരു ബോഡി ഗാർഡിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് എന്നെ വലിയ വിശ്വാസമില്ല. ജേർണലിസ്റ്റായ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എഴുതാമെന്നൊരു തോന്നലുണ്ട്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നീയാണെങ്കിൽ മന്ത്രദേവിയുടെ മകളുമാണ്. ഇതിനുശേഷം നീ ഈ സ്റ്റോറി ചെയ്യാൻ പോകുന്നില്ലല്ലോ അല്ലേ? കാരണം നിന്റെ അമ്മയുടെ കഥയല്ലേ, ബ്ലഡ് റിലേഷൻ. അതുകൊണ്ട് സത്യസന്ധമായി എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാനുണ്ടല്ലോ ഒരു വലിയ വിഡ്ഢിയാ. നിങ്ങളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. നന്നായി ചിരിച്ചു. ലൈഫ് ഈസ് ടു ഷോർട്ട്. ഓ യാ ഇറ്റ് ഈസ്.
മന്ദിരാവിശ്വാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അവരിപ്പോ ജീവനോടുണ്ടോ അതോ മരിച്ചോ? അവരിപ്പോ എവിടെയാണുള്ളത്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? എന്തിനാ ഈ രാത്രി വിളിക്കുന്നത്? എന്താ കാര്യം? ഞാൻ നിങ്ങളെ ടി വിയിൽ കണ്ടു. ആ ജേർണലിസ്റ്റ് കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഓട്ടോബയോഗ്രഫി എഴുതി കഴിഞ്ഞ ഉടനെ എനിക്കൊരു കോപ്പി അയച്ചു തരണം. എൻ്റെ കഥയും അതിലുണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? വെൽ ഡൺ മന്ദിര ദേവി. ലൈഫ് ഈസ് ടു ഷോർട്ട്. അമ്മയും മകളും മനോഹരമായ പാർട്ട്ണർഷിപ്പ്. അടിപൊളി. അമ്മേ, അമ്മയ്ക്കിനി സമാധാനത്തോടെ ഉറങ്ങാം. നീ സൂക്ഷിച്ചിരിക്കണം മോളെ. ഓക്കേ? സോറി മിസ്റ്റർ അഹമ്മദ്. നിങ്ങളുടെ ഓട്ടോബയോഗ്രഫിയിലുള്ള എൻ്റെ ചാപ്റ്റർ അതെൻ്റെ ഭാവിക്ക് സുരക്ഷിതമായിരിക്കില്ല. നിങ്ങളുടെ ആത്മാവിന് ശാന്തി നേരുന്നു.